നമ്മൾ ഇന്ന് ബോണ്ട് വാല്യുവേഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. അന്നേരം എന്താണ് ബോണ്ട്? ബോണ്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സോഴ്സ് ഓഫ് ക്യാപിറ്റൽ. നമ്മൾ ഫണ്ട് റേസ് ചെയ്യാനായിട്ട് ഇപ്പം ഒരു എന്റർപ്രൈസ്, ഒരു എൻറ്റിറ്റി, അവർക്ക് ഫണ്ട് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് പല മാർഗങ്ങളുണ്ട്. ഒന്ന്, അവരുടെ ഓൺ ഫണ്ട് കൊണ്ടുവരിക, നമ്മൾ അതിന് പറയുന്നത് അവരുടെ ഓൺ ഷെയർ ഓർ ക്യാപിറ്റൽ. പിന്നെ അവർക്ക് പബ്ലിക് ഇഷ്യൂന് പോകാം, വി കോൾ ഇറ്റ് ഇക്വിറ്റി. ഇതെല്ലാം പബ്ലിക്കിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ്. അതല്ലെങ്കിൽ ദേ ക്യാൻ ഗോ ഫോർ ഇഷ്യൂ ഓഫ് എ ഡിബെഞ്ചർ ഓർ ഇഷ്യൂ ഓഫ് എ ബോണ്ട്. സോ മോർ ഓർ ലെസ് ഡിബെഞ്ചറും ബോണ്ടും എന്ന് പറയുന്നത് രണ്ട് പേര് നമ്മൾ പറയുന്നെങ്കിലും ബേസിക് ആയിട്ട് അതിന്റെ രണ്ടിന്റെയും ഫംഗ്ഷൻ ഒരുപോലെയാണ്. മോർ ഓർ ലെസ് സെയിം ആണ് ബോണ്ട്സ് ആൻഡ് ഡിബെഞ്ചേഴ്സ്. ഇറ്റ്സ് എ ഫോം ഓഫ് ഡെറ്റ് ക്യാപിറ്റൽ. ഇനി അത് അല്ലെങ്കിൽ വേണമെങ്കിൽ അവർക്ക് ബാങ്കിന് പിന്നെ ഈ കമ്പനിക്ക് എന്ത് ചെയ്യാം? ദേ ക്യാൻ അപ്രോച്ച് എ ബാങ്ക് ഫോർ എ ലോൺ, either a working capital loan or a term loan. അന്നേരം ഇതെല്ലാം ഇറ്റ്സ് എ സോഴ്സ് ഓഫ് ഫണ്ട് ഫോർ റണ്ണിങ് ആൻ എന്റർപ്രൈസ്. അതായത് ഒരാൾക്ക് ഒരു ബിസിനസ് വെഞ്ചർ തുടങ്ങണമെങ്കിൽ അയാളുടെ കയ്യിൽ സ്വന്തം പൈസ ഇല്ലെങ്കിൽ അയാൾക്ക് ഇങ്ങനെ പല ഫോംസിൽ അയാൾക്ക് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ പറ്റും. സോ ബോണ്ട് ഓർ ഡിബെഞ്ചർ ഇറ്റ്സ് എ സോഴ്സ് ഓഫ് ഡെറ്റ് ക്യാപിറ്റൽ. പക്ഷേ ഇക്വിറ്റിയും ഈ ബോണ്ടും അല്ലെങ്കിൽ ഈ ഡെറ്റും ഡിഫറൻസ് ഉണ്ട്. ഇക്വിറ്റി എന്ന് പറയുന്നത്, ഇക്വിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ് നമ്മൾ ഇക്വിറ്റിക്ക് കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കി, അന്നേരം നമ്മൾ അവർക്ക് ഡിവിഡൻഡ് കൊടുക്കും. അന്നേരം ഈ ഡിവിഡൻഡ് കൊടുക്കുമ്പം ആ ഡിവിഡൻഡ് ടാക്സബിൾ, ഡിവിഡൻഡ് ടാക്സ് പേ ചെയ്യണം. അതേസമയം ഇൻ ദ കേസ് ഓഫ് ഈ ഡെറ്റ് ആണെങ്കിൽ ഈ കമ്പനിക്കുള്ള പ്രയോജനം എന്താണ്? കമ്പനി ഒരു കോടി ലോൺ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡെറ്റ്, അതായത് ഡിബെഞ്ചർ ആയിട്ടോ അല്ലെങ്കിൽ ബോണ്ട് ആയിട്ടോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോണോ ഉണ്ടെങ്കിൽ ഈ ഡെറ്റിന്റെ ഇൻട്രസ്റ്റ് ടാക്സ് കൊടുക്കണം. സോ അതാണ് അവരുടെ ബെനിഫിറ്റ്. അന്നേരം ഡെറ്റിന്റെ ഇൻട്രസ്റ്റ് പേയ്മെന്റ് അവരുടെ എക്സ്പെൻഡിച്ചറിനകത്ത് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് അതുകൂടെ മൈനസ് ചെയ്തിട്ട് ബാക്കിക്ക് അവർ ടാക്സ് കൊടുത്താൽ മതി. അതാണ് ബേസിക് ആയിട്ട് ഇതിന്റെ തമ്മിലുള്ള ഒരു വ്യത്യാസം. എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി ലോൺ എടുത്തിട്ടേ ഇല്ല, ഡെറ്റ് റേസ് ചെയ്തിട്ടേ ഇല്ല, അവരുടെ ഫുൾ ഇക്വിറ്റിയാണ്, 1 കോടിയാണ് അവരുടെ ക്യാപിറ്റൽ വിചാരിക്കുക. മറ്റൊരു കമ്പനി അവരുടെ ഡെറ്റ് 50 ലാഖും ഇക്വിറ്റി 50 ലാഖും ആണെന്ന് വിചാരിക്കുക. അന്നേരം രണ്ടുപേരുടെയും ക്യാപിറ്റൽ 1 കോടിയാണ്. ഒരേ ഫംഗ്ഷൻ, ഒരേ ബിസിനസ് ചെയ്തു. രണ്ടുപേരും ഒരു വർഷം കഴിഞ്ഞപ്പോൾ 1 ഇയർ അവരുടെ ബിസിനസ്സിൽ 10 ലാഖ്സ് അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇപ്പം കോർപ്പറേറ്റ് ടാക്സ് 25% ആണെങ്കിൽ ഈ 10 ലാഖിന്റെ 25%, അതായത് 2.5 ലക്ഷം ഇവർ ടാക്സ് കൊടുക്കണം, ഇൻകം ടാക്സ് കൊടുക്കണം, 2 കമ്പനിയും കൊടുക്കണം. പക്ഷേ ഈ രണ്ടാമത്തെ കമ്പനി, അതായത് അവർ ഡെറ്റ് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർ ഡിബെഞ്ചറോ അല്ലെങ്കിൽ ബോണ്ടോ ഇഷ്യൂ ചെയ്തിട്ടാണ് ഈ ക്യാപിറ്റലിന്റെ ഒരു പോർഷൻ ഫണ്ട് ചെയ്തിരിക്കുന്നെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ്, സപ്പോസ് ആ ഇൻട്രസ്റ്റ് ഒരു 1 ലക്ഷം വരികയാണെങ്കിൽ ഈ 1 ലക്ഷം അവരുടെ ഇൻകത്തിൽ നിന്ന് മൈനസ് ചെയ്യാം. 10 ലക്ഷം അവരുടെ പ്രോഫിറ്റ് എങ്കിൽ 10ൽ നിന്ന് 1 ലക്ഷം മൈനസ് ചെയ്തിട്ട് 9 ലക്ഷം. 9 ലക്ഷത്തിന്റെ 20% 25% കൊടുത്താൽ മതി. അതാണ് ഈ ഡെറ്റും ഇക്വിറ്റിയും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം. അന്നേരം ഒരു കമ്പനി ഒരേ ഫംഗ്ഷൻ, അവരുടെ ക്യാപിറ്റൽ എല്ലാം സെയിം ആണെങ്കിൽ പോലും അവർക്ക് ഇൻകം ടാക്സ് ട്രീറ്റ്മെന്റ് വരുമ്പോൾ ബോറോ ചെയ്യുന്ന കമ്പനിക്ക് ഒരു അഡീഷണൽ ബെനിഫിറ്റ് ആണ്. ബിക്കോസ് ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ ഈസ് എക്സംപ്റ്റഡ് ഫ്രം ഇൻകം ടാക്സ്. വേറാസ് നമ്മൾ ഇക്വിറ്റി ആണ് റേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇക്വിറ്റിക്ക് കൊടുക്കുന്ന ആ ഡിവിഡൻഡിന് ടാക്സ് അങ്ങോട്ട് കൊടുക്കണം. നിങ്ങൾ 10% അല്ലെങ്കിൽ 8% ആണ് ഒരു കമ്പനി ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ ദർ ഇസ് എ പോർഷൻ ഡിവിഡൻഡ് ടാക്സ് ഉണ്ട്, അതിന് ഈ ടാക്സ് വീണ്ടും അങ്ങോട്ട് കൊടുക്കുകയും വേണം. സോ ഇതാണ് ബേസിക് ആയിട്ട്. അന്നേരം ഡിവിഡൻഡ് ഈസ് ടാക്സബിൾ, വേറാസ് ഇൻട്രസ്റ്റ് ഓൺ ഡെറ്റ് ബോറോഡ് ക്യാപിറ്റൽ ഈസ് നോട്ട് ടാക്സബിൾ. അതാണ് ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ്. പിന്നെ നേരത്തെ നമ്മൾ ഈ ബോണ്ട് എന്ന ആ ടേം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, ബോണ്ട് എന്ന് പറയുമ്പോൾ നോർമലി ഒരു ഗവൺമെന്റോ ഒരു ഗവൺമെന്റൽ ഏജൻസി, ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങോ ഇഷ്യൂ ചെയ്യുന്ന കടപ്പത്രത്തിനാണ് നമ്മൾ ബോണ്ട് എന്ന ടേം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോഴ് ആ ഒരു കൺസെപ്റ്റ് മാറി. ഈവൻ പ്രൈവറ്റ് എന്റർപ്രൈസസിന് വേണമെങ്കിലും ദേ ക്യാൻ കം ഔട്ട് വിത്ത് ബോണ്ട്. മോർ ഓർ ലെസ് ഇറ്റ് ഈസ് വൺ ആൻഡ് ദ സെയിം തിങ്. ഡിബെഞ്ചർ അല്ലെങ്കിൽ ബോണ്ട് എന്ന് പറയുന്ന ഒന്ന് തന്നെയാണ്. ഫണ്ട് റേസ് ചെയ്യാനായിട്ടുള്ള അവരുടെ ഒരു ഇൻസ്ട്രുമെന്റ്, ഒരു ഫിനാൻഷ്യൽ ഡോക്യുമെന്റ് ഒരു ഇൻസ്ട്രുമെന്റ് എന്ന് തന്നെ പറയും. എന്നിട്ട് ഈ ബോണ്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബോണ്ടിന് ചില ടേംസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് വേറെ പ്രത്യേക രീതിയിലാണ് ചില ടെർമിനോളജീസ്. ലെറ്റ് മീ ഗോ ടു ദ സ്ക്രീൻ, ദെൻ എന്നിട്ട് നിങ്ങൾക്ക് അതിന്റെ ഒരു ഡിഫറെന്റ് ടൈപ്സിനെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയ കിട്ടും. സോ ഫസ്റ്റ് ഇസ് യെസ് ബോണ്ട് ഡെറ്റ് ക്യാപിറ്റൽ കൺസിസ്റ്റ് ഓഫ് ബോണ്ട്സ് ആൻഡ് ഡിബെഞ്ചേഴ്സ്. ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. ഇൻവെസ്റ്റ്മെന്റ് ഡെറ്റ് ക്യാപിറ്റൽ, നോ ഓണർഷിപ്പ് ബട്ട് ഗ്യാരണ്ടീഡ് റിട്ടേൺ. അതാണ് ബോണ്ടിനുള്ള. നമ്മൾ ഡെറ്റ് ക്യാപിറ്റൽ ഇടുമ്പോൾ എന്താണ്? ഗ്യാരണ്ടീഡ് റിട്ടേൺ. അതേസമയം നമ്മൾ ഇക്വിറ്റിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ കമ്പനിക്ക് നഷ്ടമാണെങ്കിൽ ഒന്നും കിട്ടത്തില്ല, isn't it?
ഡിവിഡൻഡ് അവർ ഡിക്ലെയർ ചെയ്യത്തില്ല. കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നെങ്കിൽ മാത്രമേ ഈ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. അതേസമയം ഡെറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് ഡെഫിനറ്റ് ഇൻട്രസ്റ്റ് ഉണ്ടാവും. ബോണ്ട് ആണെങ്കിൽ എത്ര പെർസെന്റ് അവർ പറയും, ഡിബഞ്ചർ ആണെങ്കിലും സെർട്ടൺ പെർസെന്റ് 8%, 9%, 10%. സോ ദാറ്റ് മച്ച് ഇറ്റ് ഈസ് എ ഗ്യാരണ്ടീഡ് റിട്ടേൺ. ഇനി ബോണ്ടിന്റെ കിട്ടുന്ന റിട്ടേൺ നമ്മൾ ഇൻട്രസ്റ്റ് എന്ന വാക്കല്ല ഉപയോഗിക്കുന്നത്, നമ്മളിവിടെ കൂപ്പൺ ആണ്. സോ കൂപ്പൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇൻട്രസ്റ്റ്. ഈ ഇൻട്രസ്റ്റ് പല പീരിയോഡിക്കലി അവർ കൊടുക്കും. ചില ബോണ്ട് ആനുവലി ആയിരിക്കും, മീൻസ് എവറി ഇയർ ഇൻട്രസ്റ്റ് കൊടുക്കും. ചില ബോണ്ട് ആണെങ്കിൽ ഹാഫ് ഇയർലി ആയിരിക്കും. സോ ഇറ്റ് ക്യാൻ ബി ഹാഫ് ഇയർലി ഓർ ആനുവലി. ഇത് രണ്ടുമാണ് വളരെ കോമൺ ആയിട്ടുള്ള കൂപ്പൺ പേയ്മെന്റ് വരുന്ന പീരിയോഡിസിറ്റി. എന്ന് കരുതി വേണമെങ്കിൽ ക്വാർട്ടർലി വേണമെങ്കിലും ചില കമ്പനിക്ക് കൊടുക്കാം. പക്ഷെ നോർമലി വളരെ കോമൺ ആയിട്ടുള്ള രണ്ട് പീരിയോഡിസിറ്റി എന്ന് പറയുന്നത് എയ്തർ ദേ പേ ദ ഡിവിഡൻഡ്, നോ ദേ പേ ദ കൂപ്പൺ ആനുവലി, മീൻസ് എവറി ഇയർ, ഓർ ദേ പേ ഇറ്റ് every 6 months. Government bonds, it is fully secured. Private companies bond can be secured or it can be unsecured also. ഞാൻ പിന്നെ പറഞ്ഞ പോയിന്റ് ആണ്, ഇൻട്രസ്റ്റ് ഓൺ ഡെറ്റ് ക്യാപിറ്റൽ ഇൻകം ടാക്സ് ഡിഡക്റ്റബിൾ ആണ്. ഡിവിഡൻഡ് പേയ്മെന്റ് ആണെങ്കിൽ നോ ഇൻകം ടാക്സ് ഡിഡക്റ്റബിൾ. ബോൺസ് ആർ ഹൈലി ലിക്വിഡ് ഇൻ ദ സെക്കൻഡറി മാർക്കറ്റ്. ബോൺസ് ആർ ട്രേഡ് എയ്തർ അറ്റ് എ പ്രീമിയം ഓർ അറ്റ് എ ഡിസ്കൗണ്ട്. ഇതൊക്കെ അവർക്ക് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം. അതുകൊണ്ട് ഞാൻ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് അവിടെ ഹൈലൈറ്റ് ചെയ്ത ഒരു സ്ലൈഡിൽ ഇട്ടെന്നുള്ളതേ ഉള്ളൂ. സോ വാട്ട് ഈസ് ഇറ്റ് ഈസ് ഹൈലി ലിക്വിഡ്. ദാറ്റ് മീൻസ് ഇപ്പം ആർക്കെങ്കിലും നല്ല കമ്പനിയുടെ, അതായത് റിലയൻസ് ഇൻഡസ്ട്രീസോ അതേപോലെ ടാറ്റ മോട്ടോഴ്സോ അല്ലെങ്കിൽ മാരുതി അതുപോലുള്ള ഒരു കമ്പനിയുടെ പിന്നെ ഡിബഞ്ചറോ അല്ലെങ്കിൽ ബോണ്ടോ ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വളരെ ഈസിലി നമുക്കത് മാർക്കറ്റ് ചെയ്യാം. ഞാനിപ്പം 1 ലക്ഷം രൂപ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വിചാരിക്കാം. അന്നേരം ആ ബോണ്ട് എന്റെ പിന്നെ മെച്യൂർ ആവുന്നതിന് 2 വർഷമോ 3 വർഷമോ 5 വർഷമോ ഒക്കെ ബാക്കിയുണ്ടാവും. പക്ഷെ എനിക്ക് പെട്ടെന്ന് ഫണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഈ ബോണ്ടുമായിട്ട് എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പോകാം. അവിടെ ചെന്നിട്ട് അതിനാണ് സെക്കൻഡറി മാർക്കറ്റ്. ആ സെക്കൻഡറി മാർക്കറ്റിൽ ട്രേഡിംഗ് നടത്തുന്നുണ്ട്. അവിടെ നമുക്ക് എൻ്റെ 1 ലക്ഷം ഇന്ന പർട്ടിക്കുലർ കമ്പനിയുടെ ബോണ്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ആ സ്റ്റോക്ക് മാർക്കറ്റ് ഡിക്ലെയർ ചെയ്യാം. ഇത്ര ആണെങ്കിൽ ഞാനിത് കൊടുക്കാം. അന്നേരം അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട്, മാർക്കറ്റ് ട്രെൻഡും സിറ്റുവേഷൻ അനുസരിച്ചിട്ട് പ്രിവെയിലിംഗ് ഇൻട്രസ്റ്റ് റേറ്റിനെ ബേസ് ചെയ്തിട്ട് ഈ ബോണ്ടിനെ ട്രേഡ് ചെയ്യാൻ പറ്റും. സോ അതാണ് ഇതിനുള്ള ഒരു വലിയൊരു പ്രത്യേകത. അതായത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ കയ്യിലുള്ള ബോണ്ട് സെക്യൂരിറ്റിയെ നമുക്ക് ട്രേഡ് ചെയ്യാം. സോ ഇറ്റ് ഈസ് ഹൈലി ലിക്വിഡ് ആൻഡ് ഇറ്റ് ഈസ് ട്രേഡഡ് ഇൻ ദ സെക്കൻഡറി മാർക്കറ്റ്. ഇനി ട്രേഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ബോണ്ട് ചിലപ്പം അതിന്റെ ഫേസ് വാല്യൂവിനേക്കാൾ കൂടിയ വിലക്കായിരിക്കും ട്രേഡ് ചെയ്യുന്നത്, ചിലപ്പോൾ കുറഞ്ഞ വിലക്കായിരിക്കും. ഇപ്പൊ 100 രൂപയാണ് ഒരു ബോണ്ടിന്റെ ഫേസ് വാല്യൂ എങ്കിൽ അത് ചിലപ്പോൾ 90-നോ 95-നോ ആയിരിക്കും ട്രേഡ് ചെയ്യുന്നത്. ചിലപ്പോൾ അത് 110-നായിരിക്കും. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സം അതർ ഫാക്ടേഴ്സ്. അടുത്ത സബ്സിക്വന്റ് സ്ലൈഡിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. സോ അന്നേരം പിന്നെ ഫേസ് വാല്യൂവിനേക്കാൾ കൂടുതൽ വിലക്കാണ് അത് പിന്നെ ആ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ വി സേ ദാറ്റ് ദ ബോണ്ട് ഈസ് ട്രേഡഡ് അറ്റ് എ പ്രീമിയം. ഫേസ് വാല്യൂവിനേക്കാൾ കുറവാണെങ്കിൽ ഇറ്റ് ഈസ് അറ്റ് എ ഡിസ്കൗണ്ട്. ഇനി ഈ ബോണ്ടിൽ പ്രധാനമായിട്ടും നമ്മൾ കം അക്രോസ് ചെയ്യുന്ന കുറെ ടെർമിനോളജീസ് ആണ്. What is bond? It's a debt instrument issued by either a government or a private firm for raising fund. അതാണ് നമ്മുടെ ഒരു സെന്റൻസിൽ എന്താണ് ബോണ്ട് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിനോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഏജൻസി, നബാർഡ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്, electricity department of various state governments, they can all come out with a debt, with issue of a bond. സോ അതൊരു പ്രൈവറ്റ് ഫേമിനോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഏജൻസിക്ക് വേണമെങ്കിലും ചെയ്യാം. ഫണ്ട് റേസ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, ഡെറ്റ് ഇൻസ്ട്രുമെന്റ് ആണ് ബോണ്ട്. ഇനി വാട്ട് ഈസ് കൂപ്പൺ? ഞാൻ പറഞ്ഞല്ലോ, ഈ ബോണ്ടിന് കൊടുക്കുന്ന പേയ്മെന്റ്, അതായത് ഇൻട്രസ്റ്റിനെ കൂപ്പൺ എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് കൂപ്പൺ. സോ കൂപ്പൺ മീൻസ് നത്തിങ് ബട്ട് ഇൻട്രസ്റ്റ്. ദെൻ ഫേസ് വാല്യൂ. വാട്ട് ഈസ് ഫേസ് വാല്യൂ ഓർ പാർ വാല്യൂ എന്ന് പറഞ്ഞാൽ ആ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന ഇഷ്യൂ പ്രൈസിനാണ് അതിന്റെ ഫേസ് വാല്യൂ ഓർ പാർ വാല്യൂ എന്ന് പറയുന്നത്. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ചില സിറ്റുവേഷനിൽ ഈ 100 രൂപയുടെ ബോണ്ട് ചിലപ്പോൾ 90 രൂപയ്ക്കായിരിക്കും അവർ വിൽക്കുന്നത്. അതായത് ഫസ്റ്റ് പ്രൈമറി ഇഷ്യൂ 90 rupeesനോ 95 rupees ടു അട്രാക്ട് ദ കസ്റ്റമേഴ്സ്. അങ്ങനെ ആകുമ്പോൾ ദ ഫേസ് വാല്യൂ ഈസ് 100 but issue price is 90 or 95. അത് ഒന്ന് ശ്രദ്ധിച്ചോണം. സോ ഇറ്റ് ഈസ് either the amount borrowed or issued price. Then maturity എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെപ്പോസിറ്റ് ഒക്കെ മച്ചുർ ആവുന്ന പോലെ എപ്പോഴാണ് ഈ ബോണ്ട് തിരിച്ച് പിന്നെ ഈ ഇഷ്യൂ ചെയ്യുന്ന ആൾക്ക് കൊടുക്കുന്ന ആ പീരീഡിനാണ് മെച്യൂരിറ്റി. അത് 1 year, 2 year, 3 year. അന്നേരം ആരാണോ ഈ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് ആ ഏജൻസിക്ക്, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ആ കമ്പനിക്ക് എത്ര നാളത്തേക്കാണ് ഫണ്ട് വേണ്ടത് അതനുസരിച്ചിട്ട് മെച്യൂരിറ്റി പീരീഡ് മാറാം. ഇപ്പൊ ഒരു പർട്ടിക്കുലർ കമ്പനി ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്, അന്നേരം അവർക്ക് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യണമെങ്കിൽ 5 വർഷം വേണ്ടി വരും. അങ്ങനെ ആകുമ്പോൾ ദേ മേ ഗോ ഫോർ എ 5 year ബോണ്ട്. അതേസമയം നല്ല വെൽ എസ്റ്റാബ്ലിഷ്ഡ് കമ്പനിയാണ്,
അവർക്കൊരു ഷോർട്ട് ടേം ലിക്വിഡിറ്റി, ഷോർട്ട് ടേം ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു കുറച്ച് നാളത്തേക്ക് ഒരു 2 ഇയർ കുറച്ച് ലിക്വിഡിറ്റി ഉണ്ട്. അത് കഴിഞ്ഞാൽ ലിക്വിഡിറ്റി പ്രോബ്ലം ഉണ്ട്. അത് കഴിയുമ്പോൾ അവർക്ക് ആ ഫണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ദേ ക്യാൻ ഗോ ഫോർ 2 ഇയർ. സോ അതെല്ലാം ആ കമ്പനിയുടെ റിക്വയർമെന്റ്, ആരാണോ ഇഷ്യൂ ചെയ്യുന്നത് അവരുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് ഈ മെച്യൂരിറ്റി പീരീഡ് മാറിക്കൊണ്ടിരിക്കും. നോർമലി 3 ഇയേഴ്സ്, 5 ഇയേഴ്സ്, 10 ഇയേഴ്സ് ലൈക്ക് ദാറ്റ്. ദെൻ റിഡംഷൻ വാല്യൂ. റിഡംഷൻ വാല്യൂ ഇസ് നത്തിങ് ബട്ട് ഈ ബോണ്ടിന്റെ കാലാവധി കഴിയുമ്പോൾ ഈ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന കമ്പനി കൊടുക്കുന്ന എമൗണ്ടിനാണ് റിഡംഷൻ വാല്യൂ. മോസ്റ്റ് പ്രോബ്ലി ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസ് 99% ഈ ഫേസ് വാല്യൂ തന്നെ ആയിരിക്കും റിഡംഷൻ വാല്യൂ. 1000 രൂപയുടെ ബോണ്ട് കാലാവധി കഴിയുമ്പോൾ 1000 രൂപ കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ചില സമയത്ത് ചില കമ്പനി പറയും ദിസ് പർട്ടിക്കുലർ ബോണ്ട് ഈസ് redeemable at a premium of 5%. 100 രൂപയുടെ ബോണ്ട് കാലാവധി കഴിയുമ്പം കമ്പനി എത്ര കൊടുക്കും? 105 രൂപ കൊടുക്കും. അത് അവർ അതിന്റെ ആ ഇനിഷ്യൽ ബ്രോഷർ, അവരുടെ ഇൻസ്ട്രക്ഷൻ ഉണ്ടല്ലോ, അതിനകത്ത് അവർ പറയും ഇത് റിഡീമബിൾ ബോണ്ടാണ്, സോറി ഇത് ദിസ് ക്യാൻ ബി റിഡീംഡ് അറ്റ് പ്രീമിയം എന്നവർ മെൻഷൻ ചെയ്യും എത്ര % എന്ന്. അതല്ല ചില സിറ്റുവേഷനിൽ പറയും റിഡീമബിൾ അറ്റ് ഡിസ്കൗണ്ട്. അങ്ങനെയാണെങ്കിൽ 100 രൂപയുടെ 10% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ആ കാലാവധി കഴിയുമ്പോൾ അവർ 90 തരുള്ളൂ. അതിന് മുമ്പ് ഒരു കൂപ്പൺ പേയ്മെന്റ് കൂടുതൽ തന്നിട്ടുണ്ടാവും. അത് ഇറ്റ് ഓൾ ഡിപ്പെൻസ് ആണ്. ദെൻ വാട്ട് ഈസ് മാർക്കറ്റ് വാല്യൂ? മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ പർട്ടിക്കുലർ ബോണ്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന വാല്യൂ. അത് ഫേസ് വാല്യൂയേക്കാൾ കൂടിയിരിക്കാം, കുറഞ്ഞിരിക്കും. നെക്സ്റ്റ് ഈസ് yield to maturity, മീൻസ് YTM. അതായത് ഈ ഒരാള് ഈ ഒരു ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അയാൾ അത് മച്ചുവർ ആകുന്നത് വരെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ആവറേജ് റിട്ടേൺ, അതിനാണ് yield to maturity. If a person is holding it till its maturity, we call and what is the average return, that is known as YTM. Then duration. Duration എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹോൾഡിംഗ് പീരീഡ് ഓഫ് എ ബോണ്ട് ഫോർ ബ്രേക്ക് ഈവൻ. അതായത് നിങ്ങൾക്കറിയാം മാർക്കറ്റിലെ ഇൻട്രസ്റ്റ് വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 5 വർഷത്തേക്ക് ഒരാൾ ബോണ്ട് ഇടുന്നു, ബോണ്ടിൽ അവർ ഡിക്ലെയർ ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് 10% ആണെങ്കിൽ ഈ ഇൻവെസ്റ്ററെ സംബന്ധിച്ച് അയാൾ പ്രതീക്ഷിക്കുന്നത് അയാൾക്ക് ത്രൂ ഔട്ട് 10% റിട്ടേൺ കിട്ടും. എന്ന് പറഞ്ഞാൽ ഈ ഓരോ പീരീഡും ഇയാളുടെ ആനുവലി കൂപ്പൺ പേയ്മെന്റ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ കിട്ടുന്ന കൂപ്പണും ഇയാൾക്ക് ഈ പറയുന്ന 10% ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള എക്സ്പെക്ടേഷനിലാണ് അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ അല്ല സംഭവിക്കുന്നത്. മാർക്കറ്റിലെ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലക്ച്വേഷൻ ആണ്. 1 വർഷം കഴിയുമ്പോൾ ഇയാൾക്ക് 1 ലക്ഷം രൂപ കൂപ്പൺ കിട്ടിയെന്ന് വിചാരിക്കുക. ഇയാൾ 1 കോടിയാണ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത്. അന്നേരം അതിന്റെ 10% എന്ന് പറയുമ്പോൾ അയാൾക്ക് 10 lakhs 10% അയാൾക്ക് 10 lakhs അയാൾക്ക് കിട്ടി. അന്നേരം ഈ 10 lakhs അയാൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നു. അന്നേരം മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ചിലപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ സ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ഫോളോയിങ് ദ ഡിമിനിഷിംഗ് ട്രെൻഡ്, കുറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്കെല്ലാം അറിയാം അല്ലേ? നമ്മുടെ ബാങ്കിന്റെ ഡെപ്പോസിറ്റ് റേറ്റ് ഒരു 2-3 വർഷത്തിന് മുമ്പ് 10% ഉണ്ടായിരുന്നെങ്കിൽ അത് 9, 8, 7, 6, now it is roaming around 5 to 6. അങ്ങനെയാണ് ഇപ്പം നമ്മൾ 1 ഇയറിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ ബാങ്ക് കൊടുക്കുന്നത്. അന്നേരം അത് ഒരു റെഡ്യൂസിങ് ഓർ ഡിക്ലൈനിങ് ട്രെൻഡ് ആണ്. അന്നേരം ഇയാൾ 10% പ്രതീക്ഷിച്ചിട്ട് ഇയാൾ കിട്ടിയ കൂപ്പൺ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ ഇയാൾക്ക് 8-9 കിട്ടുന്നുള്ളൂ. അങ്ങനെ വരുമ്പോഴേ ഒരു വാട്ട് ഈസ് ദ ഹോൾഡിംഗ് പീരീഡ് സോ ദാറ്റ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ദ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലക്ച്വേഷൻ. ആ ഹോൾഡിംഗ് പീരീഡിനാണ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. സെർട്ടൺ പീരീഡ് വരെ ഹോൾഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇയാൾ വിൽക്കുകയും ചെയ്താൽ ഇയാൾക്ക് ലാഭവും നഷ്ടവും വരുന്നില്ല. ഇയാൾ പ്രതീക്ഷിക്കുന്ന 10% കിട്ടുന്നു. അതിനാണ് ഡ്യൂറേഷൻ. അതിൽ ഒരുപാട് നിങ്ങൾ തലേന്നും പോയേണ്ട. വാട്ട് ഈസ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹോൾഡിംഗ് പീരീഡ് ഫോർ ബ്രേക്ക് ഈവൻ. എന്ന് പറഞ്ഞാൽ മറ്റു രീതിയിൽ പറയുകയാണെങ്കിൽ മാർക്കറ്റിൽ വരുന്ന ഇൻട്രസ്റ്റിന്റെ ഫ്ലക്ച്വേഷൻ, അത് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്ന് പറയാം. ആ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് ഈ ഇൻവെസ്റ്ററെ ബാധിക്കാതെ ഈ ബോണ്ട് എത്ര നാൾ ഹോൾഡ് ചെയ്യുന്നു ആ ഹോൾഡിംഗ് പീരീഡിനാണ് 2 വർഷം. 5 വർഷത്തെ ബോണ്ടിന്റെ ഡ്യൂറേഷൻ 2 വർഷം എന്ന് പറഞ്ഞാൽ ഇയാൾ 2 വർഷം കഴിയുമ്പോൾ ഇയാൾ ഈ ബോണ്ട് ഡിസ്പോസ് ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ ഇയാൾക്ക് പ്രതീക്ഷിക്കുന്ന ആ റിട്ടേൺ കിട്ടും. ദെൻ നെക്സ്റ്റ് ഈസ് മോഡിഫൈഡ് ഡ്യൂറേഷൻ. അത് ഡ്യൂറേഷന്റെ മറ്റൊരു ഫോമാണ്. ആ മോഡിഫൈഡ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെത്തേഡ് ടു മെഷർ ദ പ്രൈസ് സെൻസിറ്റിവിറ്റി ഓഫ് ദ ബോണ്ട്. എന്ന് പറഞ്ഞാൽ ബോണ്ടിന്റെ വിലയിൽ ഇൻട്രസ്റ്റിൽ വരുന്ന വ്യത്യാസം, മാർക്കറ്റിലെ ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ ഈൽഡിലെ 1% വ്യത്യാസം വരുമ്പോൾ ഈ ബോണ്ടിന്റെ വാല്യൂവിന് എത്ര വ്യത്യാസം വരുന്നു, ആ മെഷറാണ് മോഡിഫൈഡ് ഡ്യൂറേഷൻ. സോ മോഡിഫൈഡ് ഡ്യൂറേഷൻ ഇസ് എ ഡയറക്റ്റ് മെഷർ ടു the price sensitivity. That means it is a ratio, or you can say it's a measure which describe when there is a change in the interest rate, what will be the effect on its price. And adu parayunna term aanu modified duration. So these are all the most commonly used terminologies in bond. You want me to repeat or itre madhiyo? Can I go to the next slide? Yes sir. Okay sir. സബ്സിക്വന്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇപ്പം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബോണ്ടാണ്.
അതായത് അതും ഇതെല്ലാം തിയറിയാണ്, നിങ്ങൾക്ക് വായിച്ച് നമുക്ക് എക്സസൈസിലേക്ക് പോയാൽ നിങ്ങൾക്ക് കുറെ കൂടെ എളുപ്പമായിരിക്കും. എന്നാലും ഞാനൊന്ന് ഓടിച്ച് പറഞ്ഞു പോവാം. ഫിക്സ്ഡ് റേറ്റ് ബോണ്ട്, ആ പേരിനകത്ത് തന്നെയുണ്ട്. ഒരാള് ഫിക്സ്ഡ് റേറ്റ് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ത്രൂ ഔട്ട് അത് ആ 8% ഫിക്സ്ഡ് റേറ്റ് ആണെങ്കിൽ 8% കിട്ടും. നെക്സ്റ്റ് ഈസ് ഫ്ലോട്ടിംഗ് റേറ്റ് നോട്ട്. ഫ്ലോട്ടിംഗ് റേറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ കൂപ്പൺ റേറ്റ് ഒരു റെഫറൻസ് റേറ്റുമായിട്ട് ലിങ്ക്ഡ് ആണ്. ഇറ്റ് ക്യാൻ ബി ലിങ്ക് ടു നമ്മുടെ ബാങ്കിനൊക്കെ നമുക്ക് ബേസ് റേറ്റ് ഉണ്ടല്ലോ എന്നതുപോലെ PLR അല്ലെങ്കിൽ ബേസ് റേറ്റ് അല്ലെങ്കിൽ ട്രഷറി ബില്ലിന്റെ റേറ്റ് അല്ലെങ്കിൽ മിബോറിന്റെ റേറ്റ്, അങ്ങനെ ഏതെങ്കിലും ഒരു റേറ്റുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും. അന്നേരം ഇപ്പൊ നമ്മൾ മിബോറുമായിട്ട് ലിങ്ക് ചെയ്യുന്നത്, മിബോർ മീൻസ് മുംബൈ ഇന്റർ ബാങ്ക് ഓഫേർഡ് റേറ്റ്. അന്നേരം മിബോറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുക, മിബോർ മാറുന്നതനുസരിച്ചിട്ട് ഇതിന്റെ കൂപ്പൺ മാറും. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ 91 ഡേയ്സ് ട്രഷറി ബില്ലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത്. അന്നേരം 91 ഡേയ്സ് ട്രഷറി ബില്ലിന്റെ റേറ്റ് മാറുന്നതനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. അതല്ലെങ്കിൽ അവര് റീപ്പോ റേറ്റുമായിട്ട് ലിങ്ക് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് റീപ്പോ റേറ്റ് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, RBI ഗൈഡ് ലൈൻ ഉണ്ട്, നമ്മുടെ ബാങ്ക്സിന്റെ എല്ലാ ലോൺ എല്ലാം ഏതുമായിട്ട് ലിങ്ക് ചെയ്യണം, റീപ്പോ റേറ്റുമായിട്ട് ലിങ്ക് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ പല ബാങ്ക് ഇതുവരെ ചെയ്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ റീപ്പോ കുറയുന്നതനുസരിച്ചിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും ലോൺസിന്റെ എല്ലാം, റീപ്പോ കൂടുന്നതനുസരിച്ച് ലോണിന്റെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ റീപ്പോ കുറഞ്ഞുകൊണ്ടിരിക്കുക, അന്നേരം നമ്മുടെ ലോണിന് താഴോട്ട് വന്നുകൊണ്ടിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ്. അതുകൊണ്ടാണ് പല ബാങ്കും അത് ചെയ്യാത്തത്. സോ ഫ്ലോട്ടിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ there will be a reference rate. ആ റെഫറൻസ് റേറ്റുമായിട്ട് ലിങ്ക്ഡ് ആണ്. റെഫറൻസ് റേറ്റ് കൂടുമ്പോൾ നമ്മുടെ ഫ്ലോട്ടിംഗ് റേറ്റ് അഡ്വാൻസ്, നമ്മുടെ ലോൺസ് മോസ്റ്റ്ലി എല്ലാ ലോണും ഫ്ലോട്ടിംഗ് ആണ്, ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. വളരെ കുറച്ച് പ്രൈവറ്റ് സെക്ടറിൽ ഇപ്പം ഗോൾഡ് ലോണോ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ജുവൽ ലോണോ അങ്ങനെയുള്ള വളരെ കുറച്ച് സെക്ടേഴ്സ് മാത്രമേ നമ്മൾ ഈ ഫ്ലോട്ടിംഗ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ലോണോ ഇങ്ങനെയുള്ള മോസ്റ്റ് ഓഫ് ദ പ്രൈവറ്റ് സെക്ടർ ഫിക്സ്ഡ് റേറ്റ് ആണ്. ബാക്കിയുള്ള എല്ലാ ലോണും ഫ്ലോട്ടിംഗ്, നമ്മുടെ വെഹിക്കിൾ ലോൺ, ഹൗസിംഗ് ലോൺ എല്ലാം ഫ്ലോട്ടിംഗ് റേറ്റ് ആണ്, ബിസിനസ് ലോൺ എല്ലാം ഫ്ലോട്ടിംഗ് റേറ്റ് ആണ്. അന്നേരം അതൊരു ബേസ് റേറ്റ് ആയിട്ട് ലിങ്ക്ഡ് ആണ്. നമ്മുടെ MCLR-ഉമായിട്ടാണ് മോസ്റ്റ് ഓഫ് ദ ബാങ്ക്സ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. ആ MCLR-ഉമായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ MCLR കുറയും, കൂടും ലോണിൻ്റെ. നെക്സ്റ്റ് സീറോ കൂപ്പൺ ബോണ്ട്. സീറോ കൂപ്പൺ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ആ ബോണ്ട് കൂപ്പൺ പേയ്മെന്റേ കൊടുക്കുന്നില്ല, നോ കൂപ്പൺ പേയ്മെന്റ്. അങ്ങനെ ആകുമ്പോൾ ആരത് ഇൻവെസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ ആ ബോണ്ട് ഡിസ്കൗണ്ടിലായിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. 100 രൂപയുടെ ബോണ്ട് 3 വർഷം കാലാവധി, ഫേസ് വാല്യൂ 100 രൂപ, ഇപ്പം 90 രൂപ എന്ന് പറഞ്ഞാൽ ഒരാൾ ഈ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ 90 രൂപ കൊടുത്തൊരു ബോണ്ട് വാങ്ങിക്കുക, ഈ ഹോൾഡ് ഇറ്റ് ഫോർ 3 years ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് 3 years ഈ സറണ്ടർ ദ ബോണ്ട്, യു വിൽ ഗെറ്റ് 100 rupees. അന്നേരം 3 വർഷത്തേക്ക് 90 രൂപ മുടക്കുമ്പോൾ അയാൾക്ക് 10 രൂപ ഇൻട്രസ്റ്റ് കിട്ടും. അതാണ് സീറോ കൂപ്പൺ ബോണ്ടിന്റെ വർക്കിംഗ്. നെക്സ്റ്റ് ഈസ് ഹൈ ഈൽഡ് ബോണ്ട്. സീറോ കൂപ്പൺ ബോണ്ട് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. സീറോ കൂപ്പൺ ബോണ്ടിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മെച്യൂരിറ്റിയാണ്. അത് ചോദിച്ചിട്ടുണ്ട്. അതായത് there is a സീറോ കൂപ്പൺ ബോണ്ട്, ലെഫ്റ്റ് ഓവർ പീരീഡ് മെച്ചർ ആവാൻ 3 വർഷമുണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ്സ് ഡ്യൂറേഷൻ ഈസ് 3 years. സോ ഡ്യൂറേഷൻ ഓഫ് എ സീറോ കൂപ്പൺ ബോണ്ട് ഈസ് ഇറ്റ്സ് മെച്യൂരിറ്റി. ദെൻ ഹൈ ഈൽഡ് ബോണ്ട് ഓർ ജങ്ക് ബോണ്ട്സ്. സർട്ടൻ കമ്പനീസ്, ആ കമ്പനി മാർക്കറ്റിൽ അവർക്ക് നല്ല അവരെ കുറിച്ചിട്ട് മാർക്കറ്റ് റിപ്പോർട്ട് അത്ര മെച്ചമായിരിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് തുടങ്ങിയ കമ്പനിയോ അല്ലെങ്കിൽ പബ്ലിക്കിന് അധികം ആ കമ്പനിയെ കുറിച്ച് നല്ല അതിന്റെ ക്രെഡിബിലിറ്റിയോ അതിന്റെ ക്രെഡിറ്റ് വർത്തിനെസ്സിനോ അതിന്റെ പാസ്റ്റ് പെർഫോമൻസിനെ കുറിച്ചോ അറിയാത്ത ഒരു കമ്പനി ഒരു ഫണ്ട് റേസിംഗ് ആയിട്ട് വരുന്നു, അവർക്ക് ഫണ്ട് ആവശ്യമുണ്ട്. അന്നേരം അവരെന്ത് ചെയ്യും? നോർമൽ മാർക്കറ്റിലുള്ള റേറ്റിനേക്കാൾ 2-3% ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ ഓഫർ ചെയ്യും ടു അട്രാക്ട് പീപ്പിൾ, ഇൻവെസ്റ്റേഴ്സ്. അത്തരം ബോണ്ടിനാണ് ഹൈ ഈൽഡ് ബോണ്ട് ഓർ ജങ്ക് ബോണ്ട്സ്. ബോണ്ട്സ് ദാറ്റ് ആർ റിലേറ്റഡ് ബിലോ ഇൻവെസ്റ്റ്മെന്റ് ഗ്രേഡ്. എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ റേറ്റിംഗ് വളരെ മോശമാണ്, അല്ലെങ്കിൽ ആ കമ്പനിയുടെ റേറ്റിംഗിനെ കുറിച്ച് ജനങ്ങൾക്ക് അത്ര ബോധമില്ല, അവരുടെ പെർഫോമൻസിനെ കുറിച്ച്. പക്ഷെ അവർക്ക് ഫണ്ട് ആവശ്യമുണ്ടെങ്കിൽ അവർ മാർക്കറ്റിലെ റൂളിംഗ് റേറ്റിനേക്കാൾ കുറച്ച് 2-3% ഒക്കെ ഹയർ റേറ്റ് ഓഫർ ചെയ്യും. അങ്ങനെ ആൾക്കാരുടെ ഇന്ന് ഫണ്ട് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത്തരം ബോണ്ടിനാണ് ഹൈ ഈൽഡ് ബോണ്ട് ഓർ ജങ്ക് ബോണ്ട്സ് എന്ന് പറയുന്നത്. പിന്നെ കൺവേർട്ടബിൾ ബോണ്ട്. കൺവേർട്ടബിൾ ബോണ്ട് ആ പേരിനകത്തുണ്ട്. അതായത് നമ്മൾ ബോണ്ടിൽ ഇഷ്യൂ ചെയ്യുന്നു, ആ ബോണ്ടിനകത്ത് അവർ പറയും ദിസ് ക്യാൻ ബി കൺവേർട്ടഡ് ടു ഇക്വിറ്റി ഓൺ എ ലേറ്റർ ഡേറ്റ്. അവർ പറയുന്നു 5 വർഷമാണ് ബോണ്ട്, എന്നിട്ട് 3 വർഷം കഴിയുമ്പോൾ വേണമെങ്കിൽ ഇൻവെസ്റ്റർക്ക് കൺവേർട്ട് ചെയ്യും. ദാറ്റ് മീൻസ് ഹി ക്യാൻ ഇക്വിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഹി ബിക്കംസ് one of the owners of the company. അതേസമയം അത് ബോണ്ടിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിൽ he will not become the owner, he will be only creditor to the company. അയാൾക്ക് പിന്നെ കിട്ടാനുള്ളതാണ്. കമ്പനി വിൽ ബി ഡെറ്റർ ആൻഡ് he will be a creditor. Then indexed bond എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ആൻഡ് ഇൻട്രസ്റ്റ് ആർ ഇൻഡെക്സ് ടു എ ബിസിനസ് ഇൻഡിക്കേറ്റർ. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻഡിക്കേറ്ററുമായിട്ട് ഇപ്പൊ അവരുടെ പ്രോഫിറ്റുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നതായിരിക്കും. അതിനെ നമ്മൾ ഇൻഡെക്സ്ഡ് ബോണ്ട് എന്ന് പറയും. ദെൻ സബോർഡിനേറ്റഡ് ബോണ്ട്. സബോർഡിനേറ്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ലോവർ പ്രയോറിറ്റി ഓവർ അതർ ബോണ്ട്സ് ഓഫ് ദ കമ്പനി. ഒരു കമ്പനി 2 തരം ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നു. എ എന്ന് പറയുന്ന ബോണ്ട് നോർമൽ ബോണ്ടും ബി സബോർഡിനേറ്റഡ് ബോണ്ട് ആണെങ്കിൽ ഈ കമ്പനിക്ക് എന്തെങ്കിലും നഷ്ടം വല്ലതും വരികയാണെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ് ആർക്ക് പോകും?
ആദ്യത്തെ മറ്റ് ഇൻവെസ്റ്റേഴ്സിന് പോകും. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പ്രയോറിറ്റിയെ ഈ സബോർഡിനേറ്റ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് കിട്ടത്തില്ല. അതാണ് ലോവർ പ്രയോറിറ്റി ഓവർ അതർ ബോണ്ട്സ് ഓഫ് ദ കമ്പനി. ദെൻ പെർപെച്വൽ ബോണ്ട് ഓർ പെർപ്സ് എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ മാച്യൂരിറ്റി, ലൈഫ് ലോങ്. ഒരാൾ ഒരു ബോണ്ട് എടുത്ത് അയാൾ മരിക്കുന്നത് വരെ അതിന്റെ പീരീഡ് ആണ്. അതിനാണ് നമ്മൾ പെർപെച്വൽ ബോണ്ട് ഓർ പെർപ്സ് എന്ന് പറയുന്നത്. സോ ദർ ഇസ് നോ മെച്യൂരിറ്റി ഡേറ്റ്. നെക്സ്റ്റ് ഈസ് ബെയറർ ബോണ്ട്. ബെയറർ ബോണ്ട് എന്ന് പറഞ്ഞാൽ എ ബോണ്ട് ഈസ് ഇഷ്യൂഡ് വിത്തൗട്ട് നെയിം, പേരുണ്ടാവില്ല. അങ്ങനെ ആകുമ്പോൾ ആ ബോണ്ട് ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത് അവരാണ് അതിന്റെ ഓണർ. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ കറൻസി നോട്ട്, ഇറ്റ് ഇസ് എ ബെയറർ ബോണ്ട് ഇഷ്യൂഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓർ യു ക്യാൻ സേ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ബിക്കോസ് എന്റെ കയ്യിൽ 100 രൂപയുടെ നോട്ട് ഉണ്ടെങ്കിൽ ഐ ആം ദ ഓണർ, നിങ്ങളുടെ കയ്യിൽ അത് കിട്ടുമ്പോൾ യു ബിക്കം ദ ഓണർ. സോ ദാറ്റ് അങ്ങനെയുള്ള ബോണ്ടിന് നമ്മൾ ബെയറർ ബോണ്ട്. സോ നോ നെയിം വിൽ ബി ദെയർ ഇൻ ദാറ്റ്. ആരാണോ അത് ആരുടെ കൈവശം ഇരിക്കുന്നു അയാളാണ് അതിന്റെ ഓണർ. നെക്സ്റ്റ് കോളബിൾ ആൻഡ് പുട്ടബിൾ. കോളബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ ദ ഇഷ്യൂർ ഹാസ് എ റൈറ്റ് ടു റീകോൾ ദ ബോണ്ട് ബിഫോർ മെച്യൂരിറ്റി. അതായത് ഒരു ബോണ്ട് 5 വർഷത്തേക്ക് ഇഷ്യൂ ചെയ്തു, സേ 10% ആണ് കൂപ്പൺ റേറ്റ്. ഈ കമ്പനിക്ക് തോന്നുന്നു ഒരു 3 വർഷം കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് താഴോട്ട് വരും. അങ്ങനെ ആകുമ്പോൾ ഈ 10% എന്ന് പറയുന്ന റേറ്റ് കൂടുതലാണ്. അതുകൊണ്ട് ഇത് കോളബിൾ ബോണ്ട് ആക്കാം. 3 വർഷം കഴിയുമ്പോൾ നമുക്കിത് റീകോൾ ചെയ്യാം കമ്പനിക്ക് പൈസ ഉണ്ടെങ്കിൽ. അങ്ങനെയാണെങ്കിൽ അത്തരം ബോണ്ടിന് നമ്മൾ കോളബിൾ ബോണ്ട് എന്ന് പറയും. അന്നേരം ഈ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന അതേ സമയത്ത് ആ സമയത്ത് അവർ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് വിടുന്നു ആ ബ്രോഷറിനകത്ത് ഈ കാര്യങ്ങൾ മെൻഷൻ ചെയ്യണം. ദിസ് ഈസ് എ കോളബിൾ ബോണ്ട് ആൻഡ് ദ കമ്പനി മീൻസ് ദ ബോണ്ട് ഇഷ്യൂയിങ് കമ്പനി വി ഹാവ് the right to recall the bond after 2 years or after 3 years or after 4 years. അന്നേരം വരുന്നത് മെൻഷൻ ചെയ്യും എന്ന് പറഞ്ഞാൽ അത് കഴിയുമ്പോൾ ആ പീരീഡ് കഴിയുമ്പോൾ they can request the investors, you surrender the bond, we will pay back your money. ഇതാണ് കോളബിൾ ബോണ്ട്. അന്നേരം അവിടെ ബോണ്ട് ഇഷ്യൂയിങ് കമ്പനിക്കാണ് ഇത് റീകോൾ ചെയ്യാനുള്ള റൈറ്റ് ഉള്ളത്. ഇനി നെക്സ്റ്റ് ഈസ് പുട്ടബിൾ ബോണ്ട്. പുട്ടബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ ബോണ്ട് ഹോൾഡർ ഹാസ് എ റൈറ്റ് ടു ഗെറ്റ് ബാക്ക് ദ മണി. എന്ന് പറഞ്ഞാൽ ഒരാൾ അത് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അയാളുടെ കയ്യിലാണ് ഈ ബോണ്ട് ഇരിക്കുന്നത്. ഇത് പുട്ടബിൾ ബോണ്ട് ആണെങ്കിൽ 5 വർഷമാണ് ഇതിന്റെ കാലാവധി. 2 വർഷം കഴിയുമ്പോൾ പുട്ടബിൾ ആണെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ ഈ ബോണ്ട് കയ്യിലിരിക്കുന്ന പറഞ്ഞാൽ ആ ഇൻവെസ്റ്റർക്ക് he can request the company to pay back the money. He need not wait till maturity. So bond holder has a right to force the issuer to pay before maturity. അതാണ് പുട്ടബിൾ ബോണ്ട്. Is it clear? Different types of bonds ആണ് fixed rate, floating rate, a note, zero coupon bond, high yield bond or junk bond, convertible bond, indexed bond, subordinated bond, perpetual bond, bearer bond, callable bond and puttable bond. So വേണമെങ്കിൽ അവർക്ക് ചോദിക്കാം എന്താണ് ഈ ബോണ്ട്, ആ ടേംസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇനി അടുത്തത് ബോണ്ട് മെക്കാനിസം, ബോണ്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നതാണ്. സപ്പോസ് എ കമ്പനി ഇഷ്യൂ എ ബോണ്ട് വിത്ത് ഫേസ് വാല്യൂ 1000 ആൻഡ് എ കൂപ്പൺ റേറ്റ് ഓഫ് 10% ഫോർ എ മെച്യൂരിറ്റി പീരീഡ് ഓഫ് 3 years. അങ്ങനെയാണെങ്കിൽ ഈ ബോണ്ടിന്റെ മെക്കാനിസം എന്താണ്? അപ്പം ഈ പർട്ടിക്കുലർ ബോണ്ടിലുള്ള ഇൻവെസ്റ്റ് ചെയ്താൽ അയാൾ ആദ്യം എത്ര രൂപ കൊടുക്കണം? ഹി ഹാസ് ടു ഇൻവെസ്റ്റ് 1000 rupees. 1000 rupees ഇൻവെസ്റ്റ് ചെയ്ത ഒരു ബോണ്ട് വാങ്ങിയാൽ 1 വർഷം കഴിയുമ്പോൾ അയാൾക്ക് ഈ 1000ന്റെ 10% കൂപ്പൺ ആയിട്ട് കിട്ടും. ഒന്നും പറഞ്ഞില്ലെങ്കിൽ കൂപ്പൺ ഈസ് പേയബിൾ ആനുവലി. അല്ലെങ്കിൽ അവർ മെൻഷൻ ചെയ്യും കൂപ്പൺ ഹാഫ് ഇയർലി ആണ് എന്ന് മെൻഷൻ ചെയ്യും. If nothing is mentioned about the periodicity, you can take it for granted as the coupon is payable annually. അന്നേരം 1 വർഷം കഴിയുമ്പോൾ 10% of the face value means 10% of 1000 rupees. 10% of 1000 rupees എങ്ങനെയാണ് കിട്ടുന്നത്? 1000 into 10/100, it is 100 rupees. So the investor will get 100 rupees or the company will pay 100 rupees at the end of 1 year to the investor. Again, at the end of 2nd year, again the company will give another 100 rupees. And at the end of 3rd year, that is the bond is matured. At the end of 3rd year, the company will pay 100 rupees coupon and the face value of 1000. That means entire amount comes to 1100. So this is the cash flow if the bond is payable annually. Coupon is payable annually. Now look at another example. Let us assume the company pays it semi-annually or half yearly. Same ആണ്, 1000 rupees ആണ്, കൂപ്പൺ റേറ്റ് 10 ആണ്, മെച്യൂരിറ്റി പീരീഡ് 3 years ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ മെച്യൂരിറ്റി പീരീഡ് 1100 എങ്ങനെയാ വന്നത് സാറേ? 100 രൂപ കൂപ്പൺ എമൗണ്ടും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത 1000 രൂപ. 1000 രൂപ ആണ് ഈ ബോണ്ടിന്റെ ഫേസ് വാല്യൂ. എന്ന് പറഞ്ഞാൽ ഈ ബോണ്ട് കമ്പനി ഇഷ്യൂ ചെയ്തപ്പോൾ കമ്പനിക്ക് ഒരാൾ 1000 രൂപയാണ് കൊടുത്തിരിക്കുന്നത്. അത് തിരിച്ചു കൊടുക്കണ്ടേ? കൂപ്പൺ മാത്രം കൊടുത്താൽ മതിയോ? So the company will pay at the end of the 3rd year
the coupon amount of 100 rupees. In addition to that, the value which they have borrowed 1000. അങ്ങനെയാണ് 1100 വന്നത്. Is it clear? I think 1300 അല്ലേ വരണ്ടേ? 100 രൂപ വെച്ച് 3 വർഷം പ്ലസ് ആ ഫേസ് വാല്യൂ കൂടി കൊടുക്കണ്ടേ? അതെ. സി ഇവിടുത്തെ പേയ്മെന്റ് ഒരുമിച്ചല്ല കൊടുക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇതിന് കൂപ്പൺ എന്ന പേര് വരാൻ കാരണം. ഇത് കൂപ്പൺ എന്ന് പറഞ്ഞാൽ ഇത് ഈ ബോണ്ട് ഇഷ്യൂ ആദ്യമേ ഇവര് ഇപ്പോഴിങ്ങനൊന്നും ഇല്ല, ഇപ്പോഴെല്ലാം ബാങ്കിലേക്കൊക്കെ അടിച്ചു പോകുന്നത്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ടിക്കറ്റ് പോലെ ഇവര് 3 പോസ്റ്റ് ഡേറ്റഡ് ചെക്സും കൂടെ കൊടുക്കും. എന്ന് പറഞ്ഞാൽ അവിടെ ഡിവിഡൻഡ് വാറന്റ് പോലെ അവിടുത്തെ കമ്പനിയുടെ ചെക്ക്. അതായത് ഇപ്പൊ ഒരു പർട്ടിക്കുലർ കമ്പനി 10th of ജൂണിലാണ് ബോണ്ട് ഇഷ്യൂ ചെയ്തതെങ്കിൽ 2018 ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ കൂപ്പൺ അവർ കൊടുക്കുന്നതെന്ന് 10th of June 2019. അന്നേരം ഒരു ചെക്ക്, പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്, 100 രൂപയുടെ ഒരു ചെക്ക്. അതുകൊണ്ട് ആ കൂപ്പൺ പേര് വരാം. 100 രൂപയുടെ ഒരു ചെക്ക് കൊടുക്കും. അത് 2019 June 10th അവർക്ക് എൻകാഷ് ചെയ്യാം. ഇപ്പോഴെല്ലാം ഡയറക്റ്റ് ക്രെഡിറ്റ് ആണ് വരുന്നത്. അല്ല, ഇതെല്ലാം ഒരുമിച്ച് നമ്മുടെ റീഇൻവെസ്റ്റ്മെന്റ് ഡെപ്പോസിറ്റ്, ക്യുമുലേറ്റീവ് ഡെപ്പോസിറ്റ് ഒരുമിച്ചല്ല കൊടുക്കുന്നത്. ഇറ്റ് ഈസ് ദ കൂപ്പൺ ഈസ് പെയ്ഡ് പീരിയോഡിക്കലി. ആ പീരിയോഡിക്കൽ പേയ്മെന്റ് എന്ന് പറയുന്നത് ഹാഫ് ഇയർലിയോ ഇയർലിയോ ആകാം. Now in the second case, ഇവിടെ കൂപ്പൺ പേയ്മെന്റിന്റെ പീരിയോഡിസിറ്റി ഹാഫ് ഇയർലി ആണ്. ഹാഫ് ഇയർലി ആണെങ്കിൽ ഒരാൾ ആ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ആ ബോണ്ട് ഇഷ്യൂ ചെയ്ത കമ്പനി 6 മാസം കഴിയുമ്പോൾ, എന്ന് പറഞ്ഞാൽ ഹാഫ് ആൻ ഇയർ ആവുമ്പോൾ, അര വർഷം കഴിയുമ്പോൾ ഈ കൂപ്പൺ എമൗണ്ടിന്റെ പകുതി കൊടുക്കും. 10% എന്ന് പറയുമ്പോൾ എത്ര കൊടുക്കും? 5%. എന്ന് പറഞ്ഞാൽ ഫുള്ള് 100 ആണെങ്കിൽ അതിന്റെ പകുതി 50 രൂപ കൊടുക്കും. വീണ്ടും 6 മാസം കൂടെ കഴിയുമ്പോൾ അടുത്തൊരു 50 രൂപ കൊടുക്കും. പിന്നെ 1.5 വർഷം കഴിയുമ്പോൾ ഒരു 50 രൂപ. അങ്ങനെ എത്ര പേയ്മെന്റ് കൊടുക്കും? അങ്ങനെ 3 വർഷം എന്ന് പറഞ്ഞാൽ 6 ഹാഫ് ഇയർ ആണ്. 6 ഹാഫ് ഇയറും 50 വെച്ച് കൊടുക്കും. കൂടാതെ ലാസ്റ്റ് ഹാഫ് ഇയർ എന്ന് പറഞ്ഞാൽ തേർഡ് ഇയറിൽ, 6ാമത്തെ ഹാഫ് ഇയറിൽ 50 രൂപയും 1000 രൂപ ഫേസ് വാല്യൂടെ ചേർത്തിട്ട് 1050 കൊടുക്കും. Is it clear? Yes sir, clear sir. We'll move on to the next one. ഇനി നമ്മൾ ബോണ്ടിന്റെ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ടൈം വാല്യൂ എന്താണെന്ന് അറിയണം. ഇത് എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നമ്മുടെ ഇൻട്രസ്റ്റ് കാൽക്കുലേഷനകത്ത് പറഞ്ഞ കൺസെപ്റ്റ് തന്നെയാണ്. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നുള്ളതേ ഉള്ളൂ. അതായത് പ്രസന്റ് വാല്യൂ, ഫ്യൂച്ചർ വാല്യൂ. അവിടെ ടൈം ഹാസ് ഗോട്ട് സർട്ടൻ വാല്യൂ. അതാണ് ടൈം വാല്യൂവിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരാൾക്ക് 1000 രൂപ കിട്ടുന്നു, അല്ലെങ്കിൽ ഇന്ന് ഒരാള് നിങ്ങളുടെ ബാങ്കിൽ ഒരാൾ ഇന്ന് 1000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. സപ്പോസ് നമുക്ക് ഈസി കാൽക്കുലേഷൻ 10% ആണ് നിങ്ങൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നതെന്ന് വിചാരിക്കും. സോ അറ്റ് ദ എൻഡ് ഓഫ് 1 ഇയർ യു വിൽ ഗെറ്റ് ബാക്ക് 10% ഇൻട്രസ്റ്റും കൂടെ ചേർത്തിട്ട് 1100 രൂപ കിട്ടും. സോ വാട്ട് ഈസ് ദ പ്രസന്റ് വാല്യൂ? 1000. വാട്ട് ഈസ് ദ ഫ്യൂച്ചർ വാല്യൂ? 1100. ഓക്കെ. അന്നേരം അതിനെ നമ്മൾ മറ്റു രീതിയിൽ പറഞ്ഞാൽ 1 വർഷം കഴിഞ്ഞ് കിട്ടുന്ന 1100 രൂപയുടെ ഇന്നത്തെ വില എന്ന് പറയുന്നത് 1000 രൂപ. Am I correct? ഇന്ന് 1000 രൂപ ഡെപ്പോസിറ്റ് ചെയ്താൽ 10% ആണ് ഇൻട്രസ്റ്റ് പേയബിൾ എങ്കിൽ 1 വർഷം കഴിയുമ്പോൾ ഈ ഇൻവെസ്റ്റർക്ക് 1100 രൂപ കിട്ടുന്നു. ഞാനത് തിരിച്ചു പറയുന്നു. അന്നേരം ഇന്ന് 1000 ഇടുന്നു, 1 വർഷം കഴിയുമ്പോൾ 1200 തരുന്നു. തിരിച്ചു പറഞ്ഞാൽ 1 വർഷം കഴിഞ്ഞ് കിട്ടുന്ന 1100 രൂപ 10% ഡിസ്കൗണ്ട് റേറ്റിൽ ഇന്നത്തെ വില 1000 rupees. Is it clear? അത് തന്നെയാണ് പ്രസന്റ് വാല്യൂയിലും ഫ്യൂച്ചർ വാല്യൂ. സോ നമ്മളിവിടെ ഉപയോഗിക്കുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഫോർമുലയാണ്. സോ ദ ഫ്യൂച്ചർ വാല്യൂ ഈസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ PV into 1 plus R into N, where P stands for PV stands for the present value, or you can say P, and R stands for the rate of interest, and N the number of years. Simple interest ആണെങ്കിൽ. അതേസമയം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഫ്യൂച്ചർ വാല്യൂ ഈസ് ഈക്വൽ ടു P into 1 plus R the whole raised to N. നമ്മൾ പഠിച്ചേക്കുന്നത്. ഞാനിവിടെ Pക്ക് പകരം PV ഇട്ടു. കാര്യം PV സ്റ്റാൻഡ്സ് ഫോർ പ്രസന്റ് വാല്യൂ. പ്രസന്റ് വാല്യൂ P 1 തന്നെയാണ്. അന്നേരം അതിൽ നിന്നും പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡഡ് ബൈ 1 plus R the whole raised to N. ഈ ഫോർമുല നന്നായിട്ട് മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് സബ്സിക്വന്റ് ആയിട്ട് പോകാൻ പറ്റുള്ളൂ. അന്നേരം ഇവിടെ ഓർത്തിരിക്കുക, വാട്ട് ഈസ് R and what is N. R stands for the rate of interest and N denotes the number of years. ഒരു കാര്യം കൂടെ അവിടെ ശ്രദ്ധിക്കാനുണ്ട്. ഈ R എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂപ്പൺ റേറ്റ് ആണ്. ഈ കൂപ്പൺ റേറ്റും N-നും ഇയർലിയും ഹാഫ് ഇയർലിയും ആകുമ്പോൾ അതനുസരിച്ച് ചെറിയ ചേഞ്ച് വരും. എന്ന് പറഞ്ഞാൽ കൂപ്പൺ പേയ്മെന്റ് ആനുവലി അല്ലെങ്കിൽ ഇയർലി ആണെങ്കിൽ കൂപ്പൺ റേറ്റിനും നമ്പർ ഓഫ് ഇയേഴ്സിനും ഒരു മാറ്റവും വരുന്നില്ല. 10% ആണെങ്കിൽ R is 10% ആൻഡ് 5 year ആണെങ്കിൽ N is 5. എന്നാൽ കൂപ്പൺ പേയ്മെന്റ് സെമി ആനുവലി, അതായത് ഹാഫ് ഇയർലി ആണെങ്കിൽ R-നും N-നും ഒരു ചേഞ്ച് വരും. എന്ത് സംഭവിക്കും? R becomes
R/2. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന് പറഞ്ഞതാണ്. ക്വാർട്ടർലി ആണെങ്കിൽ റേറ്റ് ബൈ 4, ഹാഫ് ഇയർലി ആണെങ്കിൽ റേറ്റ് ഡിവൈഡ് ബൈ 2. അതേപോലെ നമ്പർ ഓഫ് ഇയേഴ്സിന് n/2 വരും. അത് മാത്രം ശ്രദ്ധിക്കുക. അതാണ് ഈ കഴിഞ്ഞ ക്വസ്റ്റിനകത്ത്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ ക്വസ്റ്റിനകത്ത് 10% ആണ് കൂപ്പൺ റേറ്റ്. അത് രണ്ടാമത്തെ കേസ് വരുമ്പോൾ ഹാഫ് ഇയർലി ആയപ്പോഴത്തേക്ക് നമ്മൾ 10ന്റെ പകുതി 5% എടുത്തിട്ടാണ് 50-50 വരുന്നത്. അതുപോലെ മറ്റിടത്ത് ആദ്യത്തെ ടേബിളിൽ 3 വർഷമേ ഉള്ളൂ. പക്ഷെ രണ്ടാമത്തെ ടേബിൾ വന്നപ്പോൾ 3 വർഷം എന്ന് പറയുന്നത് 6 പേയ്മെന്റ് ആയി. ബിക്കോസ് 3 ഇയർ എന്ന് പറഞ്ഞാൽ 6 ഹാഫ് ഇയർ ആണ്. അന്നേരം ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. 6ഉം n-ഉം ഹാഫ് ഇയർലി ആണെങ്കിൽ റേറ്റിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും, n-നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇയർലി ആണെങ്കിൽ 6ഉം n-ഉം അത് തന്നെയായിരിക്കും. Is it clear? Move on to the next valuation. Only simple interest in the future value, present value അല്ലേ വരുള്ളൂ സാറേ? അതെ അതെ, സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ആണ് ഇത് ഈ ആദ്യത്തെ ഫോർമുല. പക്ഷെ നമ്മൾ ബോർഡിനെ സംബന്ധിച്ച് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഫോർമുലയാണ് അപ്ലൈ ചെയ്യുന്നത്. കാര്യം നമ്മളിവിടെ കോമ്പൗണ്ടിങ് എഫക്റ്റാണ് വരുന്നത്. കമ്പനി 100 രൂപ വെച്ച് തരുന്നു, അന്നേരം ആ 100 രൂപ നമുക്ക് വേറെ ഇൻവെസ്റ്റ് ചെയ്തൂടെ? സോ യു ആർ ഗെറ്റിംഗ് ഇൻട്രസ്റ്റ്. അതുകൊണ്ടാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഫോർമുല ഇതിന്റെ വാല്യുവേഷൻ എടുക്കുന്നത്. ഓക്കെ സർ. സോ നോർമലി അവർ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ പ്രസന്റ് വാല്യൂ ഓഫ് എ ബോണ്ട്? സോ there is a question, there is a bond, its face value is 1000 rupees and bears a coupon rate of 10% and a maturity period of 3 years. Find the value of the bond if the required rate is 12%. Also compute the value of the bond if the required rate is 8%. 2 ക്വസ്റ്റ്യൻ. ഇത് സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് അവര് ബോണ്ടിന്റെ ഫേസ് വാല്യൂ തരും, ബോണ്ടിന്റെ കൂപ്പൺ റേറ്റ് തരും, പിന്നെ ഒരു മാർക്കറ്റ് റേറ്റ് അല്ലെങ്കിൽ റിക്വയർഡ് റേറ്റ് അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് റേറ്റ് എന്ന് പറഞ്ഞ റേറ്റ് തരും. അതാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ബോണ്ടിന്റെ വില എന്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത്രയേ ഉള്ളൂ. ഈ ബോണ്ട് കൊടുക്കുന്ന കമ്പനി, ബോണ്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്ന കമ്പനി കൊടുക്കുന്ന കൂപ്പൺ എന്ന് പറയുന്നത് 10% ആണ്. പക്ഷേ ഒരാൾ ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ ചെല്ലുമ്പം അയാൾ പ്രതീക്ഷിക്കുന്ന റേറ്റ്, അതാ റിക്വയർഡ് റേറ്റ് ഓർ എക്സ്പെക്റ്റഡ് റേറ്റ് ഓർ മാർക്കറ്റ് റേറ്റ്, എല്ലാം ഒന്ന് തന്നെയാണ്. എക്സ്പെക്റ്റഡ് റേറ്റ് അയാൾ 12 എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്, പക്ഷെ എനിക്ക് 12% റിട്ടേൺ കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഈ ബോണ്ട് ഞാൻ എത്ര രൂപയ്ക്ക് വാങ്ങണം? അത് കണ്ടുപിടിക്കുന്നതിനാണ് ഈ സ്റ്റെപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ. അതുപോലെ രണ്ടാമത്തെ കേസ് എന്താ പറഞ്ഞിരിക്കുന്നത്? വാട്ട് കമ്പ്യൂട്ട് ദ വാല്യൂ ഓഫ് ദ ബോണ്ട് ഇഫ് ദ റിക്വയർഡ് റേറ്റ് ഇസ് 8% എന്ന് പറഞ്ഞാൽ മറ്റ് വേറൊരാൾ പറയുന്നു മാർക്കറ്റ് സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് എനിക്ക് 8% കിട്ടിയാൽ മതി റിട്ടേൺ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ബോണ്ട് എത്ര രൂപയ്ക്ക് വാങ്ങണം? അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്? ഇവിടുത്തെ സ്റ്റെപ്പ് നോക്കൂ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ബോണ്ടിന്റെ യെസ് സാർ, ഇത് പ്രസന്റ് വാല്യൂടെ പ്രോബ്ലം ആണോ ഫ്യൂച്ചർ വാല്യൂടെ പ്രോബ്ലം ആണോ എന്ന് എങ്ങനെയാ മനസ്സിലാക്കുക? റൈറ്റ്, ഗുഡ് ക്വസ്റ്റ്യൻ. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ജസ്റ്റ് ബി പേഷ്യന്റ്. ഇത് ഞാൻ പറയുന്ന നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് കടന്നു കഴിഞ്ഞിട്ട് അത് ഫൈനൽ ആൻസർ ആയിട്ട് മനസ്സിലായില്ലെങ്കിൽ ഐ വിൽ എക്സ്പ്ലെയിൻ. ഓക്കെ. സി, ഇവിടെ ബോണ്ടിന്റെ പീരീഡ് എന്ന് പറയുന്നത് 3 വർഷം. ഞാൻ ഈ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഈ ബോണ്ട് ഞാൻ 900 rupees വാങ്ങിക്കുന്നതായിരിക്കും. വാട്ട് ഈസ് ദ എമൗണ്ട് ഐ ആം ഗോയിങ് ടു ഇൻവെസ്റ്റ്? വെദർ ഇറ്റ് ഈസ് 1000 or it is 900? 900, right? So my present value is 900. ഞാൻ 900 കൊടുത്ത് ഈ ബോണ്ട് വാങ്ങി. ഐ എം ഹോൾഡിംഗ് ഇറ്റ്. ഞാൻ ഇനി എങ്ങനെ വെയിറ്റ് ചെയ്യണം? ഐ ഹാവ് ടു വെയിറ്റ് ഫോർ 3 years ആണല്ലോ. 1 വർഷം കഴിഞ്ഞു. എനിക്ക് എത്ര രൂപ തരും കമ്പനി? 100 രൂപ തരും. അന്നേരം എനിക്ക് 100 രൂപ എപ്പോഴാണ് തരുന്നത്? 1 വർഷം കഴിഞ്ഞിട്ടാണ്. ഈ 1 വർഷം കഴിഞ്ഞ് തരുന്ന 100 രൂപയെ ഞാൻ പ്രസന്റ് വാല്യൂ ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്യും. ഞാൻ ഇപ്പോഴാണ് 900 rupees കൊടുത്ത് വാങ്ങുന്നത്. അന്നേരം എനിക്ക് കിട്ടേണ്ട റിട്ടേൺ 12% ആണ്. സോ ഐ ആം ബൈയിങ് ദിസ് ബോണ്ട്, ഐ ആം ഹോൾഡിംഗ് ഇറ്റ്. ഫ്രം മൈ പോക്കറ്റ് ഐ സ്പെൻഡ് 900 rupees. എന്നിട്ട് 1 വർഷം വെയിറ്റ് ചെയ്യുമ്പോൾ 1 വർഷം കഴിയുമ്പോൾ എനിക്ക് 100 രൂപ കിട്ടും. ഈ 1 വർഷം കഴിഞ്ഞ് കിട്ടുന്ന 100 രൂപയ്ക്ക് ഞാൻ 12% റിട്ടേൺ പ്രതീക്ഷിക്കുന്നു. 12% ഡിസ്കൗണ്ട് റേറ്റിൽ ഈ 100 രൂപയുടെ ഇന്നത്തെ വില എന്ത്? നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾ ഫ്യൂച്ചർ വാല്യൂ ആണോ പ്രസന്റ് വാല്യൂ ആണോ? This is the logic you have to apply. See, now you are investing 900 rupees. You are purchasing a bond. നിങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല. നിങ്ങൾക്ക് ഒരു കടലാസ് അല്ലെങ്കിൽ ഒരു പിന്നെ അതിന്റെ പിന്നെ സോഫ്റ്റ് ഇപ്പം എപ്പോഴെല്ലാം ഡിമാറ്റ് ആണ്. നമുക്ക് ആ ഒരു നമ്മുടെ അക്കൗണ്ടിൽ നമ്മുടെ ഫോളിയോയിൽ അത്രയും ബോണ്ട് വന്നിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. യു ആർ നോട്ട് ഗെറ്റിംഗ് എനിത്തിങ്. പക്ഷേ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് 900 rupees പോയി. സോ 900 rupees പോയി. ആൻഡ് യു വെയിറ്റഡ് ഫോർ 1 year. ആഫ്റ്റർ 1 year you got 100 rupees.
അങ്ങനെയാണെങ്കിൽ ഈ ഒരു വർഷം കഴിഞ്ഞ് കിട്ടുന്ന 100 രൂപയുടെ ഇന്നത്തെ വില എങ്ങനെ കണ്ടുപിടിക്കും? സോ വാട്ട് ഈസ് ദിസ് 100 rupees? Is it present value or future value? When are you getting this 100 rupees? If you are getting it now, it is present value. If you are getting it after some time, it is future value. Right? Okay. Therefore, this 100 rupees is the future value which you are getting after 1 year. And you expect a return of 12%. അങ്ങനെയാണെങ്കിൽ 100 by, see, future value divided by 1 plus r. ശരിയല്ലേ? അങ്ങനെയാണ് നമ്മൾ 100 by 1.12. 1.12 എങ്ങനെ വന്നു? ഞാൻ പ്രതീക്ഷിക്കുന്ന റിട്ടേൺ 12% ആണ്. 12% എന്ന് പറഞ്ഞാൽ എന്താ? 12 by 100. 12 by 100 എന്ന് പറഞ്ഞാൽ 0.12. സോ 1 plus r എന്ന് പറയുമ്പോൾ 1 plus 12 by 100. That is 1 plus 0.12. That is 1.12. കഴിഞ്ഞ ദിവസം നമ്മൾ കുറേ എക്സസൈസ് ചെയ്തല്ലേ ഇതിൽ? അതുകൊണ്ടാണ് ഞാൻ ആ ഫോമിൽ ഒന്ന് എഴുതാൻ. സോ ഇറ്റ് ഈസ് 100 by 1.12 and that is 89.28. എന്താ അതിന്റെ മീനിങ്? ഒരു വർഷം കഴിഞ്ഞ് എനിക്ക് ലഭിക്കുന്ന 100 രൂപയുടെ ഇപ്പോഴത്തെ മൂല്യം 89 രൂപ 28 പൈസ. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. ഇനി 2 വർഷം കഴിഞ്ഞ് എനിക്ക് 100 രൂപ വീണ്ടും കമ്പനി തരും. സോ വാട്ട് ഈസ് ദ പ്രസന്റ് വാല്യൂ ഓഫ് ദിസ് 100 rupees which I am getting after 2 years at 12%? How do you get 100 by 1.12 square? That is getting us 79.72. മൂന്നാമത്തെ ക്യാഷ് ഫ്ലോ നമുക്ക് എപ്പോഴാണ് വരുന്നത്? 3 വർഷം കഴിയുമ്പോൾ. അപ്പോഴേ എത്ര കിട്ടും? നമ്മൾ മുടക്കിയ 1000 രൂപയും പിന്നെ 100 രൂപ കൂപ്പണും കൂടെ ചേർത്തിട്ട് 1200. റിമെമ്പർ, ഞാൻ 900 ഞാൻ വാങ്ങിയത്, പക്ഷേ കമ്പനിയുടെ ബുക്കിൽ 900 എന്നൊരു കണക്കില്ല. ബിക്കോസ് ഈ 900 1000 1050 എല്ലാം മാർക്കറ്റിലെ റേറ്റ് ആണ്. അത് ബോണ്ട് ഇഷ്യൂയിങ് കമ്പനിയെ കൺസേൺ അല്ല, അവരുടെ ഇൻഫർമേഷനിൽ വരത്തില്ല, അവരുടെ ബുക്സിലും വരില്ല. As far as a bond issuing company is concerned, they are liable to pay the coupon amount on the face value because they have given a declaration. See, this is a bond, its face value is 1000 rupees and we undertake to give you 10% every year as coupon. നേരം ഇത് ഏത് എമൗണ്ടിനാണ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നതെങ്കിലും as far as this company is concerned, it is not a matter for them and they are liable to pay for the coupon rate for the face value. ആ ഒരു പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് അങ്ങനെ ഈ നമ്മൾ ഈ 3 വർഷത്തെ അടുത്ത 3 വർഷങ്ങളിൽ ലഭിക്കുന്ന ഈ ക്യാഷ് ഫ്ലോയെ പ്രസന്റ് വാല്യൂ ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്ത് അത് ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 951.97. സോ ദ പ്രസന്റ് വാല്യൂ ഈസ് 951.97. ദാറ്റ് മീൻസ് വാട്ട്? ഈ ബോണ്ട്, ഈ 1000 രൂപയുടെ ബോണ്ട് ഞാൻ 12% ആണ് റിട്ടേൺ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഞാനിത് 951 രൂപ 97 പൈസക്ക് ഈ ബോണ്ട് വാങ്ങി ഞാൻ എൻ്റെ കയ്യിൽ വെക്കുകയും ഓരോ വർഷം കഴിയുമ്പം കമ്പനിയിൽ നിന്ന് കിട്ടുന്ന 10% റിട്ടേൺ കിട്ടുകയും അത് കഴിഞ്ഞിട്ട് അവസാനം 1000 രൂപയ്ക്ക് 3rd ഇയറിൽ ഇത് സറണ്ടർ ചെയ്യുകയും ചെയ്താൽ എനിക്ക് ആവറേജ് 12% റിട്ടേൺ കിട്ടും. ക്ലിയർ? രണ്ടാമത്തെ സിറ്റുവേഷൻ എന്താണ്? കമ്പ്യൂട്ട് ദ വാല്യൂ ഓഫ് ദ ബോണ്ട് ഇഫ് ദ റിക്വയർഡ് റേറ്റ് ഇസ് 8%. സി, there is another person, he expect only 8%, he wanted only 8%. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോയെ 8% ഡിസ്കൗണ്ട് ചെയ്യണം. ഒരു വർഷം കഴിഞ്ഞ് കിട്ടുന്ന 100 രൂപയുടെ 8% റേറ്റ് വെച്ചിട്ട് കാണാൻ എന്ത് ചെയ്യണം? 100 by 1.08. മറ്റെടുത്ത് 100 by 1.12 ആയിരുന്നു, ഇവിടെ 100 by 1.08 ആണ്. അതെന്ത് വരും? 89 കുറച്ചുകൂടെ കൂടുതലായിരിക്കും. ബിക്കോസ് ഡിനോമിനേറ്റർ കുറവാ, മറ്റതിനേക്കാളും ഡിനോമിനേറ്റർ കുറയുമ്പോൾ വാല്യൂ കൂടും. Therefore, that is getting us 92.59. എന്ന് പറഞ്ഞാൽ 8% ഡിസ്കൗണ്ടിൽ ഒരു വർഷം കഴിഞ്ഞ് കിട്ടുന്ന 100 രൂപയുടെ ഇന്നത്തെ വില എന്ന് പറയുന്നത് 92 രൂപ 59 പൈസ. സിമിലർലി 2 വർഷം കഴിഞ്ഞ് കിട്ടുന്ന 100 രൂപയുടെ ഇന്നത്തെ വില 85.73. 3 വർഷം കഴിഞ്ഞ് കിട്ടുന്ന 1100 രൂപയുടെ വില 873.22. ആഡപ്പ് ചെയ്യുമ്പോൾ 1051.54. So the value of the bond, if the required rate or expected rate or prevailing rate or ruling rate is 8%, means 1051.54. എന്ന് പറഞ്ഞാൽ ഈ ബോണ്ട് ഫേസ് വാല്യൂ 1000 ഉള്ള 10% കൂപ്പൺ റേറ്റ് ഉള്ള ഈ ബോണ്ട് 1051 രൂപ 54 പൈസ കൊടുത്ത് വാങ്ങിയാലും അയാൾക്ക് എത്ര റിട്ടേൺ കിട്ടും? He'll get an average return. ആർക്കെങ്കിലും മനസ്സിലാകാനുണ്ടോ? ഒന്നുകൂടെ പറയോ സർ? യെസ്. സി ഹിയർ ബോണ്ടിന്റെ ഫേസ് വാല്യൂ 1000 രൂപയും ഇതിന്റെ കാലാവധി 3 വർഷമാണ്. എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും കമ്പനി
10% കൂപ്പൺ കൊടുക്കുന്നു. 3 വർഷം ആകുമ്പോൾ ആദ്യത്തെ വർഷം 100 രൂപ കൊടുക്കും, രണ്ടാമത്തെ വർഷം 100 രൂപ കൊടുക്കും, മൂന്നാമത്തെ വർഷം ആ വർഷത്തെ കൂപ്പൺ എമൗണ്ടും ഫേസ് വാല്യൂടെ ചേർത്തിട്ട് 1000 + 100 1100 രൂപ കൊടുക്കും. നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഈ ബോണ്ടിന്റെ മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കുക. എപ്പോഴും പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ അവരൊരു റിക്വയർഡ് റേറ്റ് പറഞ്ഞിരിക്കും, അല്ലാതെ നമുക്ക് പ്രസന്റ് വാല്യൂ കാണാൻ പറ്റില്ല. അന്നേരം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ബോണ്ട് ഇഫ് ദ റിക്വയർഡ് റേറ്റ് ഓർ ഇഫ് ദ റൂളിംഗ് റേറ്റ് ഓർ ഇഫ് ദ ഡിസ്കൗണ്ടഡ് റേറ്റ് എന്ന് അവർ പറയും ഈസ് 12%. എന്ന് പറഞ്ഞാൽ 12% ഇൻട്രസ്റ്റ് റേറ്റ് വെച്ചിട്ട് ഈ ബോണ്ടിന്റെ പ്രസന്റ് വാല്യൂ എത്ര. അന്നേരം നമ്മൾ എന്താ ചെയ്യുന്നത്? ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് നമുക്ക് 1 വർഷം കഴിഞ്ഞ് കിട്ടുന്ന 100 രൂപയും 2 വർഷം കഴിഞ്ഞ് കിട്ടുന്ന 100 രൂപയും 3 വർഷം കഴിഞ്ഞ് കിട്ടുന്ന 1100 രൂപയും പ്രസന്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യണം. 12% റേറ്റ് വെച്ചിട്ട് ഈ 1 വർഷം കഴിഞ്ഞ് കിട്ടുന്ന 100 രൂപയുടെ വില 89 രൂപ 28 പൈസ, 2 വർഷം കഴിഞ്ഞ് കിട്ടുന്ന 100 രൂപയുടെ വില 79 രൂപ 72 പൈസ. വാല്യൂ ഇവിടെ 100 ആണോ എടുക്കുന്നത്? 100 ആയിട്ട് എടുക്കും അല്ലേ? പഠൻ ഫ്യൂച്ചർ വാല്യൂ 100 ആയിട്ട് എടുക്കും ഫസ്റ്റ്. നിങ്ങൾ ഈ ഫ്യൂച്ചർ വാല്യൂ പ്രസന്റ് വാല്യൂ അങ്ങ് ബോധനങ്ങ് മറക്കുക. ഞാൻ ഈ പറയുന്ന നിങ്ങളുടെ തലയിലോട്ട് കയറുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ഈ ബോണ്ട് ഇപ്പോൾ വാങ്ങുന്നു. ഞാൻ ഇയർ ആദ്യത്തെ കോളം നിങ്ങൾ നോക്കൂ, ഇയർ 1, 2, 3. രണ്ടാമത്തെ കോളത്തിൽ എന്താ ഞാൻ എഴുതിയിരിക്കുന്നത്? നിങ്ങൾക്ക് ലഭിക്കുന്ന ക്യാഷ്. നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എ പേഴ്സൺ ഹു ഈസ് ഇൻവെസ്റ്റിംഗ് ഇൻ ദിസ് ബോണ്ട് ഹി ഗെറ്റ്സ് ആൻ എമൗണ്ട് റിട്ടേൺ, isn't it? So here he is getting the return every year. So first year he gets, that means first year means invest ചെയ്തതിനു ശേഷം 1 വർഷം കഴിയുമ്പോൾ 100 രൂപ കിട്ടും. So what is this 100 rupees? You tell me. Is it present value or is it future value? Future value. What is present value and future value? What is present value? ഇന്നത്തെ വില. ഇന്ന് നിങ്ങളുടെ കയ്യിൽ എന്ത് എമൗണ്ട് ഉണ്ടോ that is the present value, today's value. If you are getting some money after 6 months, what is it present value? എങ്ങനെ കണ്ടുപിടിക്കും? 6 മാസം കഴിഞ്ഞ് കിട്ടുന്ന ഒരു സംഖ്യയുടെ പ്രസന്റ് വാല്യൂ കാണണമെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തുള്ള ഇൻട്രസ്റ്റ് റേറ്റ് വേണം. കാര്യം വളരെ സിമ്പിൾ അല്ലേ? നിങ്ങൾ ബാങ്കിലെ ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു. സപ്പോസ് യുവർ ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് 10%. ഹൗ മച്ച് യു വിൽ ഗിവ് ആഫ്റ്റർ 1 year for 1 lakh? You will give 1,10,000. Am I correct? Suppose the interest rate is 6%. How much you will give after 1 year? Will you give 1,10,000? You will give only 1,06,000, isn't it? അന്നേരം ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നതനുസരിച്ചിട്ട് ഫ്യൂച്ചർ വാല്യൂ കുറയുന്നുണ്ടോ? സെയിം തിങ്. ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നതനുസരിച്ചിട്ട് പ്രസന്റ് വാല്യൂന് എന്ത് സംഭവിക്കും? ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ പ്രസന്റ് വാല്യൂ കൂടിക്കൊണ്ടിരിക്കും, ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ പ്രസന്റ് വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഇവിടെ ഇവിടെ നിങ്ങൾ നോക്കൂ, ഇൻട്രസ്റ്റ് റേറ്റ് 8% ആണെങ്കിൽ 100 രൂപയുടെ പ്രസന്റ് വാല്യൂ എത്ര? 92 രൂപ. ഇൻട്രസ്റ്റ് റേറ്റ് 12 ആകുമ്പോൾ 1 വർഷം കഴിഞ്ഞിട്ട് 100 രൂപയുടെ പ്രസന്റ് വാല്യൂ എത്ര? 89 രൂപ. ബിക്കോസ് ഇൻട്രസ്റ്റ് റേറ്റ് അതാണ് അവിടെ ഡിനോമിനേറ്റർ കൂടിക്കൊണ്ടിരിക്കുകയാണ്, അന്നേരം ന്യൂമറേറ്റർ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. സോ ദാറ്റ് ഇസ് എ കൺസെപ്റ്റ്. ഇത്രയ്ക്ക് വിഷമമുണ്ടോ ഇത് മനസ്സിലാക്കാൻ? ഇല്ല സാറേ. 2-3 പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ അത് തലയിൽ കയറും, അത്രയേ ഉള്ളൂ. അന്നേരം ഇവിടെ നമുക്ക് 12% ഡിസ്കൗണ്ട് റേറ്റ് വെച്ചിട്ട് ഈ ബോണ്ടിന്റെ വില 951 രൂപ 97 പൈസയായിട്ടും 8% ഡിസ്കൗണ്ട് റേറ്റ് വെച്ചിട്ട് ഈ ബോണ്ടിന്റെ വില 1051 രൂപ 54 പൈസയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇതൊരു ഇൻഫർമേഷനാണ്, ഇതൊരു തിയറമാണ്. വാട്ട് ഈസ് എ തിയറം? എന്തുകൊണ്ടാണ് ഇങ്ങനെ 2 വില വന്നത്? ഡിസ്കൗണ്ട് റേറ്റ് മാറുന്ന അനുസരിച്ചിട്ടാണ്. ഇനി നമുക്ക് ഇതിനെ നമ്മൾ ഒരു തിയറമായിട്ട് ബേസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? വാട്ട് ഈസ് ദ കൂപ്പൺ റേറ്റ് ഹിയർ? Coupon rate is 10%. What is the required rate? Yes. Carry on. സാറേ, ഇതിന് നമുക്കിപ്പോ ഒരു ഹിന്റ് പോലെ ആ ഫേസ് വാല്യൂ തന്നിട്ടുണ്ട് ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ നമുക്കത് പ്രസന്റ് വാല്യൂ കാണാനായിരിക്കും അങ്ങനെ വിചാരിക്കാവോ? മനസ്സിലായില്ല. അതായത് ഒരു ബോണ്ടിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോഴ് ബോണ്ടിന്റെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പ്രോബ്ലം അവർ ചോദിക്കാവുന്നത് വാട്ട് ഈസ് ഇറ്റ്സ് മാർക്കറ്റ് വാല്യൂ, അല്ലെങ്കിൽ ഒരാള് 8% റിട്ടേൺ പ്രതീക്ഷിക്കുന്നെങ്കിൽ ഈ ബോണ്ടിന്റെ വില എന്ത്? ഇങ്ങനെ ആയിരിക്കും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അന്നേരം നിങ്ങൾക്ക് ബോണ്ടിന്റെ കൂപ്പണും ബോണ്ടിന്റെ ഫേസ് വാല്യൂ തരാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ ഫേസ് വാല്യൂ ഇസ് ഗിവൺ, കൂപ്പൺ ഇസ് ഗിവൺ, യു ഹാവ് ടു ഫൈൻഡ് ഇറ്റ്സ് പ്രസന്റ് വാല്യൂ. ആ ബോണ്ടിന്റെ ഇപ്പോഴത്തെ വില കണ്ടുപിടിക്കുക. അതിനുള്ള പ്രൊസീജിയറാണ് നിങ്ങളുടെ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോയെ നിങ്ങൾ പ്രസന്റ് വാല്യൂയിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾക്ക് 1 വർഷം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് കിട്ടുന്ന എമൗണ്ടിനെ നിങ്ങൾ ഇപ്പോഴത്തെ വില എന്താണെന്ന് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരിക. അതാണ് പ്രസന്റ് വാല്യൂ ടേബിളിലേക്ക് വരിക എന്ന് പറയുന്നത്. അങ്ങനെ കൊണ്ടുവന്നപ്പോഴാണ് നമുക്ക് 951 കിട്ടിയത്. സോ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഇതാണ്.
റിക്വയർഡ് റേറ്റ് 12%, കൂപ്പൺ റേറ്റ് 10%. ഇവിടെ അങ്ങനെ വന്നപ്പോൾ ബോണ്ടിന്റെ വില എത്രയായി? ഫേസ് വാല്യൂവിനേക്കാൾ കുറവാണ്. സോ ദിസ് ഈസ് എ തിയറം. സോ ഇഫ് ദ മാർക്കറ്റ് റേറ്റ് ഓർ ഇഫ് ദ റിക്വയർഡ് റേറ്റ് ഓർ ദ റൂളിംഗ് റേറ്റ് ഈസ് above the coupon rate, the value of the bond will be below its face value, or you can say the bond will be traded at a discount. മനസ്സിലായോ? അതായത് കൂപ്പൺ റേറ്റിനേക്കാൾ കൂടുതലാണ് മാർക്കറ്റിലെ ഇൻട്രസ്റ്റ് റേറ്റ് എങ്കിൽ ബോണ്ടിന്റെ വില ഫേസ് വാല്യൂവിനേക്കാൾ കുറവായിരിക്കും. രണ്ടാമത്തെ കേസ് എടുക്കുക. എക്സ്പെക്ടഡ് റേറ്റ് 8%. ഒരാൾ പറയുന്നത് എനിക്ക് 8% റിട്ടേൺ കിട്ടിയാൽ മതി, പക്ഷെ കൂപ്പൺ 10 ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ 10%. അങ്ങനെ വരുമ്പോൾ ആ ബോണ്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത് above its face value. 1000 ആണ് ഫേസ് വാല്യൂ, ഇവിടെ 1050 കിട്ടി. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ട്രേഡഡ് അറ്റ് എ വാല്യൂ വിച്ച് ഈസ് above its face value, or you can say that it is traded at a premium. അതായത് കൂപ്പൺ റേറ്റിനേക്കാൾ കുറവാണ് റിക്വയർഡ് റേറ്റ് എങ്കിൽ, അല്ലെങ്കിൽ മാർക്കറ്റ് റേറ്റ് എങ്കിൽ, അല്ലെങ്കിൽ റൂളിംഗ് റേറ്റ് എങ്കിൽ, ഓർ യു ക്യാൻ സേ ഇൻട്രസ്റ്റ് റേറ്റ് താഴോട്ട് വരുന്നു, കൂപ്പൺ റേറ്റിനേക്കാൾ താഴെ വരികയാണെങ്കിൽ ബോണ്ടിന്റെ വാല്യൂ ഫേസ് വാല്യൂവിനേക്കാൾ കൂടിയിരിക്കും. ദിസ് ഈസ് എ തിയറം. അതാണ് ഞാൻ ഗ്രീനിൽ കാണിച്ചിരിക്കുന്നത്. ഇഫ് ദ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് മോർ ദാൻ ദ കൂപ്പൺ റേറ്റ്, then the value of the bond is less than its face value. And if the required rate of the return is less than the coupon rate, the value is more than the face value. Or you can say yield and value of the bond are inversely proportional. എന്ന് പറഞ്ഞാൽ yield കൂടിയാൽ ബോണ്ടിന്റെ വില കുറയും, yield കുറഞ്ഞാൽ ബോണ്ടിന്റെ വില കൂടും. yield കൂടുക എന്ന് പറഞ്ഞാൽ കൂപ്പൺ റേറ്റിനേക്കാൾ കൂടണം yield. ഇങ്ങനെ ആകുമ്പോൾ വാല്യൂ കുറയും. ഇനി ഇതിനെ നമുക്ക് മറ്റൊരു ലോജിക്ക് നിങ്ങൾക്ക് ഇങ്ങനെ വിചാരിച്ചാൽ മതി. നിങ്ങളുടെ കയ്യിൽ ഒരു ബോണ്ട് ഉണ്ട്, സെയിം ബോണ്ട്, അതായത് 10% ബോണ്ടാണ്. ഈ ബോണ്ട് വിൽക്കാനായിട്ട് നിങ്ങൾ മാർക്കറ്റിൽ ചെല്ലും. മാർക്കറ്റിൽ ഐ ആം ആൾസോ കമ്മിങ് ടു ദ മാർക്കറ്റ്. എൻ്റെ കയ്യിൽ 1 ലക്ഷം രൂപയുണ്ട്. ഇത് ഇൻവെസ്റ്റ് ചെയ്യാനാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്ക് 12% കിട്ടണം. ഞാൻ എൻ്റെ കയ്യിലുള്ള രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് 12% നെറ്റ് റിട്ടേൺ കിട്ടും. പക്ഷേ ഞാൻ ഈ എൻ്റെ കയ്യിലുള്ള രൂപ കൊടുത്തിട്ട് ഈ ബോണ്ട്, നിങ്ങളുടെ കയ്യിലും 1 ലക്ഷം രൂപയുടെ ബോണ്ടാണെന്ന് വിചാരിക്കുക, 100 ബോണ്ട്, 1000 രൂപയുടെ 100 ബോണ്ടാണ് കയ്യിലുള്ള, മീൻസ് 1 lakh rupees. ഞാൻ ഈ ബോണ്ട് വാങ്ങിയാൽ എനിക്ക് റിട്ടേൺ എത്ര കിട്ടും? 10 കിട്ടത്തുള്ളൂ. ബട്ട് ഐ എം ഡിമാൻഡിങ് I want 12 എന്ന് പറഞ്ഞാൽ ഞാൻ എന്തിനാ 12 ഡിമാൻഡ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് 12 ഡിമാൻഡ് ചെയ്യുന്നത്? ബിക്കോസ് എനിക്ക് വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താൽ 12% കിട്ടും. ബിക്കോസ് മാർക്കറ്റ് റേറ്റ് ഈ ബോണ്ടിന്റെ കൂപ്പണേക്കാൾ കൂടുതലാണ്. അതാണ് റൂളിംഗ് റേറ്റ് ഓർ പ്രിവൈലിംഗ് റേറ്റ് എന്ന് പറയുന്നത്. അന്നേരം എനിക്ക് വേറൊരു ഓൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെന്റിന് പോയി കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് 12%. ദെൻ വൈ ഷുഡ് ഐ ഇൻവെസ്റ്റ് ഇൻ യുവർ ബോണ്ട്? ഞാൻ വേറെ ഒരിടത്ത് പോയി 12% റിട്ടേൺ കിട്ടുന്നതാണ്. അന്നേരം യു ആർ കമ്മിങ് ടു മീ, എനിക്ക് അർജന്റ് ആണ്, നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ 1000 ബോണ്ട് കുറച്ച് തരാം. ദെൻ ഐ വിൽ എഗ്രി ഫോർ ദ 950 900 ഞാൻ ഈ ബോണ്ട് വാങ്ങും. സോ ദാറ്റ് ഈസ് എ ലോജിക്. രണ്ടാമത്തെ സിറ്റുവേഷൻ എടുക്കൂ. യു ആർ ഹാവിംഗ് ദിസ് ബോണ്ട്, കൂപ്പൺ റേറ്റ് ഈസ് 10%. ഐ ആം ദ പേഴ്സൺ, ഐ വാണ്ട് ടു, എൻ്റെ 1 ലക്ഷം രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വരികയാണ്. പക്ഷേ ഞാനൊരു ഓൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെന്റിന് പോയാൽ എനിക്ക് 8% കിട്ടുന്നുള്ളൂ. ദാറ്റ് മീൻസ് പ്രിവെയിലിംഗ് റേറ്റ് 8% ഉള്ളൂ. റൂളിംഗ് റേറ്റ്, അതായത് എൻ്റെ കയ്യിൽ 1 ലക്ഷം രൂപ ഞാൻ വേറെ എവിടെയെങ്കിലും സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് 8% കിട്ടുന്നുള്ളൂ. അതേസമയം ഈ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് 10% കിട്ടും. സോ നാച്ചുറലി ഐ വുഡ് ലൈക്ക് ടു ഇൻവെസ്റ്റ് ഇൻ യുവർ ബോണ്ട്. അന്നേരം എന്നെ പോലെ കുറെ ആൾക്കാർ ക്യൂ വരും. എന്താ കാരണം? വേറെ എവിടെയെങ്കിലും പോയാൽ 8 കിട്ടത്തുള്ളൂ, ഈ ബോണ്ടിൽ കിട്ടിയാൽ 10 കിട്ടും. ഞാൻ വാങ്ങിക്കാൻ ആൾക്കാർ വരും. അപ്പോഴത്തേക്ക് നാച്ചുറലി വാട്ട് യു വിൽ ഡു? യു വിൽ മേക്ക് എ ഹയർ, യു കോട്ട് എ ഹയർ എമൗണ്ട്. ഓക്കെ, നിങ്ങൾ ഇത്രയും ആവശ്യക്കാരുണ്ടെങ്കിൽ give me 1050 or give me 1100, then only I will give it. So that is the concept. Is it clear now? This is a theorem. Yield and value of the bond are inversely proportional. Inversely proportional എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയും. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നതാണ്. ആ കൺസെപ്റ്റ് മനസ്സിലാക്കുക. 2-3 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായി. ഇത് കൂടുതൽ സമയം നമുക്ക് എടുക്കാനില്ല. സോ നൗ there are some theorems, ഇമ്പോർട്ടൻറ്റ് തിയറംസ് ആണ്. ഇതെല്ലാം ക്വസ്റ്റ്യൻസിന് അവർ തിയറമായിട്ടല്ല ചോദിക്കുന്നത്, പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർ ചോദിക്കുന്നത്. പക്ഷേ ഈ കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. If the required rate and coupon rate are equal,
വാല്യൂ ഓഫ് ദ ബോണ്ട് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് പാർ വാല്യൂ. എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഈ പ്രസന്റ് വാല്യൂ ഞാനിപ്പം 12% വെച്ച് വർക്ക്ഔട്ട് ചെയ്തു, അന്നേരം 951.97 കിട്ടി. നിങ്ങളത് 10% ആക്കുക. സമയം കിട്ടുമ്പോൾ യു ആർ സിറ്റിംഗ് അറ്റ് ഹോം, എൻ്റെ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഈ പ്രസന്റ് വാല്യൂ 100, 100, 1100 10% വെച്ചിട്ട് എത്ര വരും എന്ന് പറഞ്ഞാൽ പ്രസന്റ് വാല്യൂ എന്ത് ചെയ്യണം? 10/1.1, then 10/1.1 സ്ക്വയർ, then 1001/1.1 ക്യൂബ്. ആഡപ്പ് ചെയ്യുക, എത്ര കിട്ടും? You will get 1000 because you will get 999.99 കിട്ടും. That means it is nothing but 1000 rupees. അതാണ് ഈ തിയറമായിട്ട് പറഞ്ഞിരിക്കുന്നത്. So if the required rate, കൂപ്പൺ റേറ്റ് are equal, കൂപ്പൺ റേറ്റ് 10%, എക്സ്പെക്ടഡ് റേറ്റും 10%, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫേസ് വാല്യൂ മാർക്കറ്റിലെ വാല്യൂ ഒരേ വിലയായിരിക്കും. ഈക്വൽ ദ വാല്യൂ ഓഫ് ദ ബോണ്ട് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് പാർ വാല്യൂ. എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് ദ ബോണ്ട് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റ് വാല്യൂ. മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ബോണ്ട് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് പാർ വാല്യൂ. രണ്ടാമത്തത്, റിക്വയർഡ് റേറ്റ് കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? റിക്വയർഡ് റേറ്റ് കൂടുതലാണെങ്കിൽ that will be traded at a discount, or the value of the bond, the market value of the bond will be less than its par value. If the required rate is less than the coupon rate, value will be greater than the par value. Or you can say the value of the bond and interest rate are inversely proportional. ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയും. If a bond is traded at a discount, discount declines as it approaches maturity. The discount declines as maturity approaches. Similarly, if a bond is traded at a premium, the premium declines as maturity approaches. The price of a bond is inversely relation to YTM also. These are the major theorems. ഇത് ജസ്റ്റ് ആ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. എന്ന് പറഞ്ഞാൽ ഒരു ബോണ്ട് പ്രീമിയത്തിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ അത് മെച്യൂരിറ്റിയോട് അപ്രോച്ച് ചെയ്യും തോറും ഈ പ്രീമിയം കുറഞ്ഞു 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 വരും. അതുപോലെ ഒരു ബോണ്ട് ഡിസ്കൗണ്ടിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ അത് മെച്ചർ ആകുന്ന അനുസരിച്ചിട്ട് ഈ ഡിസ്കൗണ്ടും കുറഞ്ഞു കുറഞ്ഞു വരും. അതാണ് കൺസെപ്റ്റ്. അത്രയേ ഉള്ളൂ. പ്രൈസ് ആൻഡ് yield are inversely proportional. Move on to duration. ഞാൻ പറഞ്ഞു ഡ്യൂറേഷന് മറ്റൊരു പേരുണ്ട്, മക്കോളെ ഡ്യൂറേഷൻ. ഡ്യൂറേഷൻ ഈസ് ഓൾസോ നോൺ ആസ് മക്കോളെ ഡ്യൂറേഷൻ. മക്കോളെ ഡ്യൂറേഷൻ എന്ന പേര് വരാൻ കാരണം മക്കോളെ എന്ന എക്കണോമിസ്റ്റ് ആണ് ഈ ഡ്യൂറേഷൻ എന്ന കൺസെപ്റ്റ് കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് മക്കോളെ ഡ്യൂറേഷൻ എന്നും ഇതിന് പറയുന്നത്. സോ വാട്ട് ഈസ് ഇറ്റ്? ഡ്യൂറേഷൻ ഈസ് ദ ഹോൾഡിംഗ് പീരീഡ് ഫോർ ദ ബോണ്ട് ഫോർ ബ്രേക്കിംഗ്. ഇറ്റ് ഈസ് എ ഹോൾഡിംഗ് പീരീഡ് അറ്റ് ദ എൻഡ് ഓഫ് വിച്ച് ദ ഹോൾഡർ ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ദ ഇൻട്രസ്റ്റ് റേറ്റ്. ഡ്യൂറേഷൻ ഓഫ് എ സീറോ കൂപ്പൺ ബോണ്ട് ഈസ് ഇറ്റ്സ് മെച്യൂരിറ്റി. ഇത് ചോദിച്ചിട്ടുണ്ട്. ഒരു സീറോ കൂപ്പൺ ബോണ്ടാണ്, അതിന് ഇനി 5 വർഷം ബാക്കിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് എ ഡ്യൂറേഷൻ. എ 10-year സീറോ കൂപ്പൺ ബോണ്ട്, ലെഫ്റ്റ് ഓവർ പീരീഡ് ഈസ് 5 years. വാട്ട് ഈസ് ഇറ്റ്സ് ഡ്യൂറേഷൻ? 10, 5, 1, 2 like that. So they will give 4 answers. The answer is 5. എത്രയാണോ ബാക്കി ഇനി ആ ബോണ്ടിന്റെ കാലാവധി കഴിയാൻ പീരീഡ് ഉള്ളത്, അതാണ് അതിന്റെ ഡ്യൂറേഷൻ. നെക്സ്റ്റ് ഈസ് ലോങ്ങർ ദ ഡ്യൂറേഷൻ ഗ്രേറ്റർ ഇറ്റ്സ് പ്രൈസ് സെൻസിറ്റിവിറ്റി. അതായത് ഡ്യൂറേഷൻ കൂടുതലാണെങ്കിൽ അതിന്റെ പ്രൈസ് സെൻസിറ്റിവിറ്റിയും കൂടുതലായിരിക്കും, ഗ്രേറ്റർ ആയിരിക്കും. ദെൻ ഡ്യൂറേഷൻ ആൻഡ് YTM ആർ ഇൻവേഴ്സ്ലി റിലേറ്റഡ്. അതായത് ഡ്യൂറേഷനും YTM ഇൻവേഴ്സ്ലി റിലേറ്റഡ്. അതായത് ഡ്യൂറേഷൻ കൂടിയതാണെങ്കിൽ അതിന്റെ yield കുറഞ്ഞിരിക്കും, ഡ്യൂറേഷൻ കുറവാണെങ്കിൽ yield കൂടിയിരിക്കും. അതാണ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ഓർ ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. Then larger the coupon rate, smaller its duration. അതും ഒരു ക്വസ്റ്റ്യൻ പ്രോബിൾ ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. കൂപ്പൺ റേറ്റ് കൂടുതലാണെങ്കിൽ അതിന്റെ ഡ്യൂറേഷൻ കുറവായിരിക്കും. ഇപ്പം 3 തരം ബോണ്ട്, ഒരെണ്ണത്തിന്റെ കൂപ്പൺ 10, ഒരെണ്ണത്തിന്റെ 8, ഒരെണ്ണത്തിന്റെ 7. ഏതിനായിരിക്കും കൂടുതൽ ഡ്യൂറേഷൻ, അല്ലെങ്കിൽ ഏതിനായിരിക്കും കുറവ് ഡ്യൂറേഷൻ? ഏറ്റവും കൂടുതൽ കൂപ്പൺ റേറ്റ് ഉള്ളതിന് ഏറ്റവും കുറവ് ഡ്യൂറേഷനും, ഏറ്റവും കുറവ് കൂപ്പൺ റേറ്റ് ഉള്ളതിന് ഏറ്റവും കൂടുതൽ ഡ്യൂറേഷൻ ആയിരിക്കും. അതാണ് ലാർജർ ദ കൂപ്പൺ റേറ്റ്, സ്മോളർ ഇറ്റ്സ് ഡ്യൂറേഷൻ. Then duration of a perpetual bond, the formula is 1 plus R divided by R, where R is the coupon rate. Move on to the next slide. Formula. ഈ ഫോർമുല കാണാൻ പഠിക്കണം. സിമ്പിൾ ഫോർമുലയാണ്. കറന്റ് yield is equal to coupon amount into 100 by market value. Market value is equal to coupon amount into 100 by current yield. Duration is equal to sigma PV into 2 by sigma PV. Modified duration is duration by 1 plus Y. Duration of a perpetual bond is 1 plus R by R. And the last formula, percentage change in the value of the bond is equal to minus modified duration into percentage change in yield. So these are all the 5 important formulas which you should learn. ഇതൊന്നും കാണാൻ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ആ കൺസെപ്റ്റ് മനസ്സിലാക്കി ഇതിനകത്ത് ഡ്യൂറേഷൻ ഫോർമുല കാണാൻ പഠിക്കണം. ബിക്കോസ് ഇറ്റ് ഇസ് സിഗ്മ PV. സിഗ്മ PV into T എന്ന് പറഞ്ഞാൽ പ്രസന്റ് വാല്യൂവിനെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് സം ചെയ്യുക. അതാണ് സം ഓഫ് PV into T.
പിന്നെ മറ്റേത് സിഗ്മ പി വി എന്ന് പറഞ്ഞാൽ പ്രസന്റ് വാല്യൂവിന്റെ സം. ഈ പ്രസന്റ് വാല്യൂവിനെ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ന്യൂമറേറ്ററിലും പ്രസന്റ് വാല്യൂ ഡിനോമിനേറ്റർ എഴുതി ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ ആണ് മക്കോളെ ഡ്യൂറേഷൻ ഓർ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഇനി ഡ്യൂറേഷനെ 1+y കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മോഡിഫൈഡ് ഡ്യൂറേഷൻ കിട്ടും. ചേഞ്ച് ഇൻ വാല്യൂ ഓഫ് ദ ബോണ്ട് കാണണമെങ്കിൽ മൈനസ് മോഡിഫൈഡ് ഡ്യൂറേഷൻ്റെ പെർസെന്റേജ് ചേഞ്ച് ഇൻ ഈൽഡ് കൊടുക്കുക. ക്വസ്റ്റൻ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. ഈൽഡ് 7 നിന്ന് 8 പോയി, അങ്ങനെയാണെങ്കിൽ ബോണ്ടിന്റെ വിലയിൽ എത്ര വ്യത്യാസം വന്നു അത് കാണാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ചേഞ്ച് ഇൻ ഈൽഡ് 7 to 8 എന്ന് പറഞ്ഞാൽ 1% കൂടി. ചേഞ്ച് ഇൻ ഈൽഡ് 7 to 6 അന്നേരം 1% കുറഞ്ഞു. അന്നേരം അവിടെ നമ്മൾ -1 വരും, മറ്റേടത്ത് +1 വരും. മോഡിഫൈഡ് ഡ്യൂറേഷൻ ഒരു മൈനസും കൂടെ കൊടുത്തിട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലാവും. Can I move on to the next slide? Okay. Yes, sir. Sir, IBS ന്റെ ടെക്സ്റ്റിലെ കറണ്ട് ഈൽഡ് ഈക്വൽ കൂപ്പൺ ഇൻട്രസ്റ്റ് ബൈ മാർക്കറ്റ് പ്രൈസ് എന്നാണല്ലോ സാറേ? എന്താണ് കറണ്ട് ഈൽഡ് ഈക്വൽ ടു കൂപ്പൺ ഇൻട്രസ്റ്റ് ബൈ മാർക്കറ്റ് പ്രൈസ് എന്ന്. അത് തന്നെയല്ലേ ഞാൻ ഇട്ടിരിക്കുന്ന ഫോമില്. യെസ്, 100 വേണം. 100 ഇല്ലാതെ എങ്ങനെ ചെയ്യാൻ പറ്റും? 100 അവിടെ ഉണ്ടാവും എങ്കിലല്ലേ. yield is always in percentage, so 100 is there. So that means you have read the note very good, because I really appreciate. Now you do a question. അവിടെ നിങ്ങൾ അതിനകത്ത് എക്സസൈസ് ചെയ്തിട്ടുണ്ടാവില്ല, അത് നോക്കൂ. 100 ഇല്ലാതെ നിങ്ങൾക്ക് ആൻസർ കിട്ടത്തില്ല. ബിക്കോസ് ഇത് സിമ്പിൾ അല്ലേ. നമ്മുടെ I is equal to PNR ആ ഫോമില നിങ്ങൾ എടുക്കൂ. I is equal to PNR എന്ന ഫോമില നമ്മൾ ഏത് ക്ലാസ്സിലാണ് നിങ്ങൾ പഠിച്ചത്? 4ലോ 5ലോ പഠിച്ചതാണ്. അതിനകത്ത് 6 കാണാൻ എന്ത് ചെയ്യും? ആൻസർ അത് ഡെസിമലി കൊടുത്തിട്ട് അവസാനം ആൻസർ പെർസെന്റേജിലാണ് കാണിച്ചേക്കുന്നത്. അവിടെ 100 വന്നല്ലോ. വന്നു. Yes. See, this is the problem. See, you are not applying your mind. നമ്മള് ഇപ്പം ഈ ഒരുപാട് കമ്പ്യൂട്ടർ സാവി ആയപ്പോഴത്തേക്ക് we are not thinking. ജസ്റ്റ് ബാങ്കിൽ തന്നെ നമ്മൾ ചെല്ലുകയാണെങ്കിലും ഞങ്ങളൊക്കെ ബാങ്ക് ജോയിൻ ചെയ്ത സമയത്ത് നമ്മൾ ഈ ലോണിന്റെ ഒക്കെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ CC ഇൻട്രസ്റ്റ് ഒക്കെ കാണുന്നത് ഡെയിലി പ്രൊഡക്റ്റ് എടുത്തിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ട് ചെയ്യും. ഇപ്പോഴെന്താണ് CC ഇൻട്രസ്റ്റ്? യു ജസ്റ്റ് ക്ലിക്ക് that is by head office is they are running it. You are not bothered. പക്ഷേ എന്തെങ്കിലും നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടോ? അപ്പം ഒരു സേവിങ്സ് ബാങ്ക്, when I was a manager, I used to instruct my staff members random checking, because computer can go wrong. എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഒരു മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 1000 രൂപ കൂടുതലുള്ള ഇൻട്രസ്റ്റ് ഒരു 4-5 എണ്ണം യു റാൻഡം ഡു ദ ചെക്കിങ്. ഇന്ന് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഐ ഡോണ്ട് തിങ്ക്. നോബഡി ഈസ് ചെക്കിങ്. ഇപ്പം നമ്മുടെ കടയിൽ ചെന്നിട്ട് ഒരു പ്രൊഡക്റ്റിന്റെ വില 10 രൂപ 50 പൈസയാണ്. നിങ്ങൾ 3 കിലോ അല്ലെങ്കിൽ 4 കിലോ വാങ്ങിയാൽ പ്രൈസ് വേണം. നമ്മൾ എന്ത് ചെയ്യും? ഉടനെ മൊബൈൽ ഫോൺ എടുത്തിട്ട് നമ്മളത് മൾട്ടിപ്ലൈ. വി ഡോണ്ട് അപ്ലൈ അവർ മൈൻഡ്. നമ്മളത് വർക്ക്ഔട്ട് ചെയ്തിട്ട് എത്ര വരും നമ്മുടെ മനസ്സിൽ. നമ്മളൊക്കെ നിങ്ങളും പഠിച്ചിട്ടുണ്ട് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. അപ്പൊ ഇന്ന് എത്ര പേർക്ക് അറിയാം 12 × 13? എത്ര പേർക്ക് അറിയാം? വളരെ കുറച്ച് പേർക്ക് അറിയത്തുള്ളൂ. ബിക്കോസ് വി ആർ നോട്ട് അപ്ലൈയിങ് അവർ ബ്രെയിൻ, അവർ മൈൻഡ്. നമ്മൾ ഒരുപാട് അങ്ങ് ഈ കമ്പ്യൂട്ടറിലോട്ടും പിന്നെ കാൽക്കുലേറ്ററിലോട്ടും ഡിപ്പെൻഡ് ചെയ്ത് പോകും. യു ഹാവ് ടു അപ്ലൈ. നമ്മൾ തിങ്ക് സം ലിറ്റിൽ മോർ, എങ്കിലേ ആൻസറിലേക്ക് വരത്തുള്ളൂ. So a bond of face value, ഞാൻ ഇതിനൊന്ന് വിട്ട് ഡൈവേർട്ട് ചെയ്ത് പോകുന്നു, സോറി. A bond of face value 1000 carrying a coupon rate of 12% is traded in the market at 900. Find the current yield. Also find the current yield if it is quoted at 1200. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അന്നേരം ആ ഫോമുല അപ്ലൈ ചെയ്യാം. വാട്ട് ഇസ് ദ ഫേസ് വാല്യൂ? 1000 rupees. വാട്ട് ഇസ് ദ കൂപ്പൺ റേറ്റ്? 12%. വാട്ട് ഇസ് ദ മാർക്കറ്റ് വാല്യൂ? 900. കറന്റ് yield, വാട്ട്സ് ദ ഫോമുല? കൂപ്പൺ എമൗണ്ട് ഇൻ 100 by മാർക്കറ്റ് വാല്യൂ. വാട്ട്സ് ദ കൂപ്പൺ എമൗണ്ട്? 120 into 100 by 900. You will get it as 13.33. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് 0.1333 എന്നായിരിക്കും. ഇനി 100 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പെർസെൻറ്റേജ് കിട്ടി. സോ ദാറ്റ് ഇസ് 13.33. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഓൾസോ ഫൈൻഡ് ദ കറന്റ് yield if it is quoted at 1200. സോ കറന്റ് yield കാണാൻ എന്ത് ചെയ്യണം? അവിടെ ഇറ്റ് ഈസ് quoted at 1200 എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഈ ബോണ്ട് വാങ്ങാൻ മാർക്കറ്റിൽ ചെന്നാൽ എത്ര രൂപ കൊടുക്കണം? 1200 കൊടുക്കണം. 1200 കൊടുത്ത് ബോണ്ട് വാങ്ങിയാലും അയക്ക് കിട്ടുന്ന കൂപ്പൺ എത്രയാണ്? 1200ന്റെ 12% കിട്ടുമോ? അത് 1000ന്റെ 12% കിട്ടുമോ? See, this particular bond is traded at 1200. So you are investing 1200. നിങ്ങളുടെ കയ്യിൽ നിന്ന് 1200 രൂപ കൊടുത്തിട്ട് ഈ ബോണ്ട് വാങ്ങുന്നു. കമ്പനി പറയുന്നു ഇത് 12% കൂപ്പൺ കൊടുക്കുന്ന ബോണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്: നിങ്ങൾക്ക് 1200 രൂപയുടെ 12% കിട്ടുമോ, അതോ 1000 രൂപയുടെ 12% ആണോ നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ? 1000 രൂപയുടെ കിട്ടത്തുള്ളൂ സാറേ. ഫേസ് വാല്യൂന്റെ അല്ലേ കിട്ടുള്ളൂ. അതാണ് ആ പോയിന്റ് രജിസ്റ്റർ ചെയ്യണം മൈൻഡിൽ.
അല്ല, നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നും, സി കൂപ്പൺ 12% തരും, ഞാൻ 1200 കൊടുത്തല്ലേ ബോണ്ട് വാങ്ങിയത്, അന്നേരം എനിക്ക് 1200 12% തരണ്ടേ എന്നൊരു സ്വാഭാവികമായിട്ട് നമുക്കൊരു സംശയം വരാം, ഇല്ലേ? അതിനാണ് നിങ്ങൾ എന്തും ചിന്തിക്കേണ്ടത്. അതിനാണ് കൺസെപ്റ്റ് ഞാൻ നിങ്ങളുടെ തലയിലോട്ട് കയറ്റുന്നത്. ഈ ബോണ്ട് ആരാ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്? ഒരു കമ്പനിയാണ്. ഈ കമ്പനി ഇഷ്യൂ ചെയ്തപ്പോൾ കമ്പനിയുടെ ബുക്കിൽ ഈ ബോണ്ടിന്റെ വാല്യൂ എത്ര? 1000 രൂപയാണ്. സബ്സിക്വന്റ്ലി ഈ ബോണ്ട് മാർക്കറ്റിൽ വന്നു, മാർക്കറ്റിൽ ഇത് ട്രേഡ് ചെയ്യും. ഇന്ന് 1200 ട്രേഡ് ചെയ്യും, നാളെ 1100 ആയിരിക്കും, മറ്റന്നാൾ ചിലപ്പോൾ 1000 രൂപയായിരിക്കും, അതിനടുത്ത ദിവസം 900 ആയിരിക്കും. ഡിപ്പെൻഡ് അപ്പോൺ ദ മാർക്കറ്റ് സിറ്റുവേഷൻ. അത് കൂടാതെ നമ്മൾ വിൽക്കാൻ ചെല്ലുന്ന ആളുടെ ആവശ്യകതയും നോക്കും. ഇസ്ന്റ് ഇറ്റ്? ഇപ്പം നിങ്ങൾക്ക് ഒരു 10 സെന്റ് ലാൻഡ് ഉണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് പെട്ടെന്ന് അത്യാവശ്യമുണ്ട്, ഒന്നുകിൽ പിന്നെ കുട്ടിയുടെ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ ഫാദറിന്റെ ട്രീറ്റ്മെന്റ്, അല്ലെങ്കിൽ നമ്മളൊരു വേറൊരു ഫ്ലാറ്റ് നോക്കി വെച്ചിരിക്കുന്നു, ഇത് എങ്ങനെയെങ്കിലും വിറ്റേ പറ്റുള്ളൂ. അന്നേരം ഒരു സെന്റിന് ഇപ്പൊ 5 ലക്ഷം കിട്ടുമെങ്കിലും നമ്മൾ ചിലപ്പോൾ 4 ലക്ഷത്തിനോ 4 കൊടുത്തിരിക്കും. എന്നാൽ എനിക്കൊരു 10 സെന്റ് ഉണ്ട്, എനിക്ക് 10 ലക്ഷം കിട്ടിയിട്ടേ ഞാൻ കൊടുക്കുള്ളൂ, ബിക്കോസ് എനിക്കിത് വിറ്റിട്ട് ആവശ്യമില്ല. അങ്ങനെ ആകുമ്പോൾ ഐ വിൽ ഹോൾഡ് ഇറ്റ് എന്നതുപോലെ ഇവിടെ ഈ മാർക്കറ്റ് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഒരാള് അത്യാവശ്യമായിട്ട് ബോണ്ട്, അയാൾക്ക് പെട്ടെന്ന് അയാളുടെ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ബോണ്ട് ഉണ്ട്, പക്ഷെ അയാൾക്ക് അത് വിറ്റ രൂപ കൊണ്ട് അർജന്റ് ആയിട്ട് ചിലപ്പോൾ മകന്റെ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ വൈഫിന്റെ പിന്നെ അഡ്മിഷനോ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പൈസ വേണമെങ്കിൽ 900 ആണെങ്കിൽ 900, 850 ആണെങ്കിൽ 850 എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഡിസ്പോസ് ചെയ്തിരിക്കും. സോ അങ്ങനെ നമ്മൾ പല റേറ്റിനായിരിക്കും ഇത് മാർക്കറ്റിൽ വിൽക്കുന്നത്. പക്ഷെ ആ വാല്യൂ ഈ കമ്പനി അറിയില്ല, കമ്പനിക്ക് അറിയേണ്ട ആവശ്യമില്ല, കമ്പനി ഇതിനെക്കുറിച്ച് ബോധവാനുമല്ല. കമ്പനിയെ സംബന്ധിച്ച് അവരുടെ ബുക്കിൽ ഈ ബോണ്ടിന്റെ വാല്യൂ 1000 രൂപയും കമ്പനി ആ ബോണ്ടിന് 1000 രൂപയുടെ എത്രയാണോ അവർ ഡിക്ലെയർ ചെയ്യുന്നത് അത് കൂപ്പൺ കൊടുക്കാൻ അവർ ബാധ്യസ്ഥനാണ്. അതുകൊണ്ടാണ് ഇവിടെ കറന്റ് ഈൽഡ് കാണുന്നതിന് പിന്നെ 900-നാണ് ഇത് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ കറന്റ് ഈൽഡ് 13.33 ആണ്. എന്ന് പറഞ്ഞാൽ 12% കമ്പനി കൊടുക്കുന്നുള്ളൂ, പക്ഷേ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് 13.33 കിട്ടുന്നു. കാര്യം എന്താ? 1000 രൂപയുടെ ബോണ്ട് അയാൾ 900-നാണ് വാങ്ങിയത്. രണ്ടാമത്തെ കേസിൽ 1000 രൂപയുടെ ബോണ്ട് 1200-നാണ് വാങ്ങുന്നത്. അങ്ങനെ ആകുമ്പോൾ കൂപ്പൺ 12 ഉണ്ടെങ്കിലും എഫക്റ്റീവ് അയാൾക്ക് എത്രേ കിട്ടുന്നുള്ളൂ? അയാൾക്ക് 10 കിട്ടുന്നുള്ളൂ. ബിക്കോസ് അയാൾ 1200 മുടക്കിയപ്പോഴാണ് അയാൾക്ക് 120 രൂപ കിട്ടിയത്. സോ ദ ഈൽഡ് ഈസ് 10%. Next one, a bond of face value 1000 bears a coupon rate of 10%, has a maturity period of 3 years. തന്നിട്ടുണ്ട്, ഫേസ് വാല്യൂ തന്നിട്ടുണ്ട്, കൂപ്പൺ റേറ്റ് തന്നിട്ടുണ്ട്, എത്ര വർഷം ലൈഫ് ഉണ്ടെന്ന് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ബോണ്ട് ഇഫ് ദ റിക്വയർഡ് റേറ്റ് ഈസ് 12%. അതാണ് ഒന്നാമത്തെ ചോദ്യം. എനിക്കൊന്ന് കഴിഞ്ഞ ക്വസ്റ്റിന്റെ അതേ ഡേറ്റ തന്നെയാണ് ഇവിടെ ഇട്ടേക്കുന്നത്. അന്നേരം നമ്മളിവിടെ ഇയർ എടുത്തു, 3 വർഷമാണ്. സോ ഫസ്റ്റ് കോളം ഇയർ 1, 2, 3. സെക്കൻഡ് ക്യാഷ് ഫ്ലോ 100, 100, 1100. സംശയമില്ലല്ലോ, 10% ആണ് കൂപ്പൺ. അന്നേരം 1000 രൂപയുടെ 10% ആണ് 100 രൂപ. ഒരു വർഷം കഴിയുമ്പോൾ 100 രൂപ, അടുത്ത ഒരു വർഷം കഴിയുമ്പോൾ 100, എന്നാൽ സെക്കൻഡ് ഇയറിൽ 100 രൂപ, തേർഡ് ഇയറിൽ 100, 1000 കൂടെ ചേർത്തിട്ട് 1000. ഇതാണ് ഇയാൾക്ക് കിട്ടുന്ന ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ലഭിക്കുന്ന തുക. ഇനി നമ്മൾ അടുത്ത ടേബിൾ എന്താ? ഈ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ്, അയാൾക്ക് കിട്ടുന്ന ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോയെ പ്രസന്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യുന്നതിന് ഏതാണ് അവർ പറയുന്നുണ്ട്? റിക്വയർഡ് റേറ്റ് പറയുന്നുണ്ട് 12%. അന്നേരം 12% ഡിസ്കൗണ്ട് റേറ്റിൽ ഈ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോയുടെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കുക. അതിന് ഒരു വർഷം കഴിഞ്ഞ് കിട്ടുന്നതിന് 100/1.12, 2 വർഷം കഴിഞ്ഞ് കിട്ടുന്നതിന് 100/1.12², 3 വർഷം കഴിഞ്ഞ് കിട്ടുന്ന 1100-ന്റെ ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് 1100/1.12 ക്യൂബ്. അത് 3 കണ്ടുപിടിച്ചു, അത് ആഡപ്പ് ചെയ്തു. യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 915.98. ഇനി അടുത്ത കോളം എന്താണ്? അന്നേരം ആദ്യത്തെ ആൻസർ ആയി, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ ബോണ്ട് ഇഫ് ദ റിക്വയർഡ് റേറ്റ് ഈസ് 12%? എത്രയാണ് ആൻസർ? 951.9. എന്ന് പറഞ്ഞാൽ ഒരാള് 12% ആണ് റിട്ടേൺ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അയാൾ ഈ ബോണ്ട് 951.98-ന് വാങ്ങണം. അടുത്തത് ഡ്യൂറേഷൻ കാണാനുള്ള ചോദ്യം. നമുക്ക് സിയിലേക്ക് പോകാം. അതിന് എന്ത് ചെയ്തു? PV/T, അടുത്തൊരു കോളം. PV/T എന്ന് പറഞ്ഞാൽ എന്താ? പ്രസന്റ് വാല്യൂവിനെ T കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. വാട്ട് ഈസ് T? ആ ഫസ്റ്റ് കോളം ഇയർ. സോ ഹിയർ T ഈസ് 1, 2, 3. അന്നേരം ആദ്യത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ 89.29-നെ കറസ്പോണ്ടിങ് T 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ ദാറ്റ് ഈസ് 89.29. അടുത്തത് സെക്കൻഡ് ഇയർ കിട്ടുന്നതിന്റെ പ്രസന്റ് വാല്യൂ 79.7. അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. വിൽ ഗെറ്റ് ഇറ്റ് ആസ് 159.44. മൂന്നാമത് 3 വർഷം കഴിഞ്ഞ് കിട്ടുന്ന 1100-ന്റെ പ്രസന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 782.97. അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. യു ഗോട്ട് ഇറ്റ് ആസ് 2348.91. അത് ആഡ് ചെയ്തു. അതാണ് സിഗ്മ PV/T. അന്നേരം ഈ മൂന്നാമത്തെ കോളത്തിലുള്ളത് സിഗ്മ PV 951.98 എന്ന് പറയുന്ന സിഗ്മ പ്രസന്റ്, സം ഓഫ് ദ പ്രസന്റ് വാല്യൂ. ലാസ്റ്റ് കോളത്തിലുള്ളത് സം ഓഫ് PV/T.
ഇനി ഈ സിഗ്മ പി വി ഇൻറ്റു ടി എ തേർഡ് കോളം ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 2597.64 951.998 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് ഡ്യൂറേഷൻ. അതാണ് സി. ഡ്യൂറേഷൻ ഇസ് ഈക്വൽ ടു ദ ലാസ്റ്റ് ലൈൻ sum of PV into T divided by sum of PV, that's equal to 2597.64 by 951.98, that's equal to 2.73. So the duration of this bond is 2.73 years. എന്ന് പറഞ്ഞാൽ ഈ ബോണ്ട് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യും, അയാൾ 2.25 വർഷം, ഏകദേശം 2.25 വർഷമാണ് 2.73, 2.75 അടുത്തല്ലേ, 2.25 വർഷം ഹോൾഡ് ചെയ്യും. അതിനുശേഷം ഇയാൾ ഈ ബോണ്ട് വിൽക്കുകയും ചെയ്താൽ ഇയാൾക്ക് മാർക്കറ്റിൽ വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഇയാളെ അഫക്റ്റ് ചെയ്യത്തില്ല. അതാണ് മൂന്നാമത്തെ ആൻസർ. ഇഫ് ദ എക്സ്പെക്ടഡ് റേറ്റ് ഇസ് 12%, വാട്ട് ഈസ് ഇറ്റ്സ് ഡ്യൂറേഷൻ? എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 2.25 വർഷം കഴിയുമ്പോൾ ഇയാൾ ഇത് ഡിസ്പോസ് ചെയ്താൽ ഇയാൾ പ്രതീക്ഷിക്കുന്ന 12% ഇയാൾക്ക് കിട്ടും. എന്നാൽ ഈ 2.25 വർഷത്തിന് മുൻപോ അതല്ല 2.25 വർഷത്തിന് ശേഷമോ ഇയാൾ ഇത് ഡിസ്പോസ് ചെയ്താൽ ഇയാൾക്ക് ഒന്നുകിൽ പ്രോഫിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ലോസ് ആയിരിക്കും, ഡിപ്പെൻഡിങ് അപ്പോൺ ഹൗ ദ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലക്ച്വേറ്റ്സ്. അതാണ് അതിന്റെ കൺസെപ്റ്റ്. ഇനി നമുക്ക് YTM കാണാം. YTM സ്റ്റാൻഡ്സ് ഫോർ ഈൽഡ് ടു മെച്യൂരിറ്റി. എന്ന് പറഞ്ഞാൽ ഒരാൾ ഈ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും, അയാൾ അത് മെച്ചർ ആവുന്നവരെ ഹോൾഡ് ചെയ്യും, മെച്ചർ ആവുമ്പോൾ അയാൾ ഡിസ്പോസ് ചെയ്യും ചെയ്താൽ അയാൾക്ക് കിട്ടുന്ന ആവറേജ് ഈൽഡ്, അതാണ് YTM. അത് കാണുന്ന ഒരു ഫോർമുലയുണ്ട്. ഫോർമുല കുറച്ച് ലെങ്തി ഫോർമുല, ബട്ട് സിമ്പിൾ ഫോർമുലയാണ്. കൂപ്പൺ എമൗണ്ട് പ്ലസ് റിഡംഷൻ വാല്യൂ മൈനസ് മാർക്കറ്റ് വാല്യൂ ബൈ റിമൈനിങ് നമ്പർ ഓഫ് ഇയേഴ്സ്, the whole divided by redemption value plus market value by 2 into 100. This is the formula. So coupon amount plus redemption value minus market value by remaining number of years, the whole divided by redemption value plus market value by 2 into 100. ഇവിടെ കൂപ്പൺ എമൗണ്ട് എത്ര? 1000 രൂപയാണ് ഫേസ് വാല്യൂ, 10% ആണ് കൂപ്പൺ. So the coupon amount is 100. So 100 plus redemption value means the face value 1000 minus market value. What is the market value? തന്നിട്ടുണ്ട് ബിയിൽ. If it is traded in the market at 980, that means the market value is 980. So 1000 minus 980 divided by remaining number of years. ഇതിന്റെ ലൈഫ് എത്ര? 3 വർഷം. So divided by 3. The whole divided by 1000 plus 980 by 2 into 100. On simplifying, you will get the answer as 10.77. So the YTM of this bond is 10.77. That means ഇയാൾ ഈ ബോണ്ട് 980ക്ക് വാങ്ങുകയും അത് മച്ചർ ആകുന്നത് വരെ അയാൾ ഹോൾഡ് ചെയ്യും, മച്ചർ ആകുമ്പോൾ അയാൾ ഡിസ്പോസ് ചെയ്യും ചെയ്താൽ അയാൾക്ക് കിട്ടുന്ന ആവറേജ് റിട്ടേൺ എന്ന് പറയുന്നത് 10.77% ആയിരിക്കും. Is it clear? Repeat ചെയ്യണോ or can I go to the next one? സാർ ഒരു മിനിറ്റ് സാർ. ആ PV into T എന്ന് എഴുതിയിട്ടില്ല, അതൊന്ന് പറയോ സാർ? അതെങ്ങനെ 1 2 3 എന്ന് വന്ന പ്രസന്റ് വാല്യൂവിനെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഈ കിട്ടുന്ന നമ്മുടെ പ്രസന്റ് വാല്യൂ 89.29 എന്ന് പറയുന്നത് എപ്പോൾ കിട്ടുന്ന എമൗണ്ട്? അത് ഒരു വർഷം കഴിഞ്ഞ് കിട്ടുന്നത് അല്ലെ? ഒരു ഫസ്റ്റ് ഇയർ. അന്നേരം അവിടെ കറസ്പോണ്ടിങ് T എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ടാണ് 89.29നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ 89.29. രണ്ടാമത്തെ 79.72 എന്ന് പറയുന്നത് 2 ഇയർ കഴിയുമ്പോൾ കിട്ടുന്നത്. സോ അതിന്റെ കറസ്പോണ്ടിങ് T എന്ന് പറയുന്നത് 2 ആണ്. അതാണ് ഈ T കൊണ്ട്, ഈ കാണുന്ന T കൊണ്ട് നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു. അതാണ് അവിടെ എഴുതിയേക്കുന്നത്. ഇനി തേർഡ് ഇയറിൽ T എന്ന് പറയുന്ന 3ഉം അതിന്റെ കറസ്പോണ്ടിങ് പ്രസന്റ് വാല്യൂ 782.97, അതിനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടി എഴുതി. ഇത് സപ്പോസ് ഇത് ഹാഫ് ഇയർലി ആയിരുന്നെങ്കിൽ നിങ്ങൾ എടുക്കും. യെസ്, കമോൺ പ്ലീസ്. ഇതിപ്പോ അങ്ങനെ നമ്പർ ഓഫ് ഇയേഴ്സ് 4 ആണെങ്കിൽ ലാസ്റ്റ് ആ കിട്ടുന്ന വാല്യൂ കൊണ്ട് into 4 ചെയ്യണം അല്ലേ സാർ? അങ്ങനെയല്ലേ സിമ്പിളി? 4 ഇയർ ബോണ്ട് ആണെങ്കിൽ ഒരു കോളം കൂടെ വരും, ഒരു റോയും കൂടെ വരും. അടുത്ത റോയിൽ 4 എഴുതും. അന്നേരം ഈ 1100 പകരം മൂന്നാമത്തെ വർഷവും 100, നാലാമത്തെ വർഷമായിരിക്കും 1100 കിട്ടുന്നത്. Isn't it? മനസ്സിലായി. അന്നേരം മൂന്നാമത്തെ വർഷം ആ പ്രസന്റ് വാല്യൂവിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ, നാലാമത്തെ വർഷം പ്രസന്റ് വാല്യൂവിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് ആഡപ്പ് ചെയ്യണം. ഞാൻ പറഞ്ഞ അതല്ല, ഇതിപ്പോ ആനുവലി കൂപ്പൺ പേയ്മെന്റ് ആണ്. ഇത് ഹാഫ് ഇയർലി ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? എത്ര കൂപ്പൺ പേയ്മെന്റ് കിട്ടും? എത്ര ക്യാഷ് ഫ്ലോസ് വരും? 3 വർഷം എന്ന് പറയുമ്പോൾ 6 ക്യാഷ് ഫ്ലോ ഉണ്ടാവും. അന്നേരം ടിയുടെ വാല്യൂ എങ്ങനെ പോകും? ടിയുടെ വാല്യൂ ആദ്യം 6 മാസം കഴിയുമ്പോൾ, അന്നേരം 6 മാസത്തിന് ഇയർ ആക്കുമ്പോൾ ഹാഫ് 0.5, അടുത്തത് 1, അടുത്തത് T 1.5, അടുത്തത് T 2, അടുത്തത് 2.5, അടുത്തത് 3, അങ്ങനെ 6 ക്യാഷ് ഫ്ലോ വരും.
അതുകൊണ്ട് വേണം കറസ്പോണ്ടിങ്. ഐ തിങ്ക് ഒരെണ്ണം ഞാൻ അതും ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. നിങ്ങൾക്ക് മനസ്സിലാവും. ഡ്യൂറേഷൻ എപ്പോഴും ചോദിക്കുന്നതാണ്. അത് കുറച്ച് ടൈം എടുക്കും. യെസ് യെസ്. റിഡംഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ റിഡംഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്റെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ അവർ അതെ അതെ അതെ. സി ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞു, അതായത് ചിലപ്പം ബോണ്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ അവർ പറയും ദിസ് ബോണ്ട് ഈസ് റിഡീമബിൾ അറ്റ് എ പ്രീമിയം ഓഫ് 10% അല്ലെങ്കിൽ പ്രീമിയം ഓഫ് 5% എന്ന് ഉണ്ടെങ്കിൽ ഇവിടെ പറയുക ഫൈൻ ദ എന്താണ് ഫൈൻ ദ ഡ്യൂറേഷൻ. ഫൈൻ ദ ഡ്യൂറേഷൻ ഇഫ് ദ എക്സ്പെക്ടഡ് മാർക്കറ്റ് റേറ്റ് ഈസ് 12%. ആദ്യം പറയും a bond of face value 1000 based a coupon rate of 10% has a maturity period of 3 years and redeemable at a premium of 5% എന്നാണെന്ന് വിചാരിക്കുക. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഓൺ മെച്യൂരിറ്റി ഇതിന്റെ ഫേസ് വാല്യൂ 1000 ആണെങ്കിലും ഇത് എത്ര അവർ കൊടുക്കും? കമ്പനി ഒരു 5% പ്രീമിയം കൂടെ കൊടുക്കും. എന്ന് പറഞ്ഞാൽ 1000ന്റെ 5% എന്ന് പറഞ്ഞാൽ 50 രൂപ. ദാറ്റ് മീൻസ് 1050 കൊടുക്കും. അന്നേരം തേർഡ് ഇയറിലെ ക്യാഷ് ഫ്ലോ എത്രയാണ്? 100 രൂപ കൂപ്പൺ, 50 രൂപ, സോറി 100 രൂപ കൂപ്പൺ, യെസ് 100 രൂപ കൂപ്പൺ എമൗണ്ട് ഇൻട്രസ്റ്റ്, 50 രൂപ പ്രീമിയം, പിന്നെ 1000 രൂപ. അങ്ങനെ മൊത്തം എത്ര കിട്ടും? 1150 രൂപ കിട്ടും. ഇസ് ഇറ്റ് ക്ലിയർ? സപ്പോസ് അവർ പറയുന്നു ദിസ് ഈസ് റിഡീമബിൾ അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 5% എന്നായിരുന്നു വിചാരിക്കുക ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ വർഷങ്ങളെല്ലാം 100 കിട്ടും. അവസാനം വരുമ്പോൾ കൂപ്പൺ 100 രൂപ പ്ലസ് ഫേസ് വാല്യൂ 1000 രൂപ. ഡിസ്കൗണ്ട് എന്ത് ചെയ്യണം? കുറയ്ക്കണം. മൈനസ് 50. യെസ്, അന്നേരം 100 പ്ലസ് 1000 മൈനസ് 50 എത്ര വരും? 1050 വരും. അത് ഡിപ്പെൻഡിങ് ഓൺ ദ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കണം. ഒന്നും പറഞ്ഞില്ലെങ്കിൽ റിഡംഷൻ വാല്യൂ ഈസ് ഈക്വൽ ടു ദ ഫേസ് വാല്യൂ. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ സർ. Can I move on to the next one? Okay, sir. Find the modified duration of a bond with the duration 2.5 and YTM 6. Straight away തന്നിരിക്കുക. ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് മോഡിഫൈഡ് ഡ്യൂറേഷന്റെ ഫോർമുല അറിയണം. മോഡിഫൈഡ് ഡ്യൂറേഷൻ ഈസ് ഡ്യൂറേഷൻ ബൈ 1+y. ഒരു കാര്യം കൂടെ അവിടെ ശ്രദ്ധിക്കണം. അവിടെ ഹാഫ് ഇയർ ആണെങ്കിൽ ഈ y എന്നുള്ളത് y/2 വരും. അത് ശ്രദ്ധിക്കുക. ക്വാർട്ടർലി ആണെങ്കിൽ y/4 വരും. അത് നോർമലി y/n എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി ഞാൻ yield 1+y എന്ന് ഇട്ടിട്ടുള്ളൂ. സോ റിമെമ്പർ yield ഈസ് ഓൾവേസ് ഇൻ പെർസെൻറ്റേജ്. പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ 6% എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് y? 6/100. ആൻഡ് 6/100 എന്ന് പറഞ്ഞാൽ എത്രയാ? 0.06. സോ 1+y ഈസ് 1.06. അന്നേരം ഇവിടെ വാല്യൂ കാണാൻ മോഡിഫൈഡ് ഡ്യൂറേഷൻ ഈസ് ഈക്വൽ 2.5 ഡിവൈഡഡ് ബൈ 1.06. ദാറ്റ്സ് ഈക്വൽ ടു 2.36. So what is its meaning? ഇൻട്രസ്റ്റ് റേറ്റില് വരുന്ന വ്യതിയാനം ഇതിന്റെ സെക്യൂരിറ്റിയുടെ വാല്യൂവില് എത്ര വ്യത്യാസം വരുന്നെന്ന് കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു മെഷറാണ് മോഡിഫൈഡ് ഡ്യൂറേഷൻ. So that is 2.36. How the value of the security changes with respect to change in the yield. So question number 3, a bond of face value 100 carrying a coupon rate of 12% is traded in the market at 90. Find its current yield. സെയിം നമ്മൾ നേരത്തെ ചെയ്ത് തന്നെയാണ്. ആ ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ? 13.33. Current yield is equal to coupon amount into 100 by market price. Question number 4. Current price of a bond is 98.50 and its duration is 2.7613 years. If the yield is likely to change from 6 to 5.8, find the percentage change in the price. Also find the revised price of the bond. 2 ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയൊക്കെ ചോദിക്കാം. 2-3 ഓപ്ഷൻസ് ഒക്കെ അവർക്ക് തരാം. 2-3 ക്വസ്റ്റ്യൻ, ഒരു ഡേറ്റ തന്നിട്ട് 2-3 മാർക്കിന്റെ 3 ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം. കാര്യം കുറച്ച് സമയം എടുക്കുന്നതുണ്ട്. എന്നിട്ട് ഇവിടെ എന്തൊക്കെയാ തന്നേക്കുന്നത്? ഇവിടെ തന്നിരിക്കുന്നത് മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ട്, ഡ്യൂറേഷൻ തന്നിട്ടുണ്ട്, പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? yield is likely to change from 6 to 5.8. അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ yield എത്ര? 6%. Find the percentage change in the price of the bond. Also find the revised price of the bond. ഇപ്പോൾ ഈ ബോണ്ടിന്റെ yield 6%. ഇതിന്റെ ഡ്യൂറേഷൻ 2.7613 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഈ ചേഞ്ച് ഇൻട്രസ്റ്റ് റേറ്റ് 6-ൽ നിന്നും 5.8-ലോട്ട് താഴ്ന്നപ്പോൾ
ബോണ്ടിന്റെ പ്രൈസിന് എന്ത് സംഭവിക്കും? ബോണ്ടിന്റെ പ്രൈസ് കൂടുമോ കുറയോ? ഇൻട്രസ്റ്റ് റേറ്റ് താഴോട്ട് വരുന്നു, ബോണ്ടിന്റെ പ്രൈസ് കൂടും. ബിക്കോസ് ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് വാല്യൂ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അത് ഓർത്തിരിക്കും. അന്നേരം ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഈ എത്രയാണ് ഇതിന്റെ വിലയിൽ വ്യത്യാസം വന്നത് അത് കാണുന്നതിനുള്ള ഫോർമുല. ഏത് ഫോർമുലയാ? ഞാൻ കുറെ ഫോർമുലാസ് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനകത്ത് ഇതാണ് നിങ്ങൾ ഏതാണ് ഈ ഫോർമുല കാണാതെ പഠിച്ചെങ്കിലേ പറ്റുള്ളൂ. ഇതിനകത്ത് മോഡിഫൈഡ് ഡ്യൂറേഷൻ കാണണമെങ്കിൽ ഡ്യൂറേഷൻ ബൈ 1+y, അതല്ല പെർസെന്റേജ് ചേഞ്ച് കാണേണ്ടതെങ്കിൽ മൈനസ് മോഡിഫൈഡ് ഡ്യൂറേഷന്റെ പെർസെന്റേജ് ചേഞ്ച് ഇൻ yield. അതല്ല ഡ്യൂറേഷനെ കാണേണ്ടതെങ്കിൽ പിന്നെ സം ഓഫ് പി വി ഇൻറ്റു ടി ബൈ സം ഓഫ് പി വി. അതല്ല കറണ്ട് yield കാണും. ഈ 6 ഫോർമുല അറിഞ്ഞെങ്കിൽ മാത്രമേ, അത് ഒറ്റ സെക്കൻഡിൽ നമുക്ക് പെട്ടെന്ന് ഫോർമുല കിട്ടണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ആൻസറിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതായത് ഇവിടെ എന്താണ്, നമുക്ക് പെർസെന്റേജ് ചേഞ്ച് ഇൻ വാല്യൂ വേണ്ടത്. എത്ര വിലയിൽ വ്യത്യാസം വരുന്നു അത് കാണാൻ എന്തൊക്കെ വേണം? ചേഞ്ച് ഇൻ yield വേണം, മോഡിഫൈഡ് ഡ്യൂറേഷൻ അറിയണം. ഇനി ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻ. ഇത് രണ്ടോ നമുക്ക് വേണ്ടത്. ഇതിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? മോഡിഫൈഡ് ഡ്യൂറേഷൻ അറിയാമോ? അറിയില്ല. പകരം എന്താ തന്നേക്കുന്നത്? ഡ്യൂറേഷൻ തന്നിട്ടുണ്ട്. ഡ്യൂറേഷൻ നിന്ന് മോഡിഫൈഡ് ഡ്യൂറേഷൻ കാണാനുള്ള ഫോർമുല എന്താ? ഡ്യൂറേഷൻ ബൈ 1+y/n. So here duration is 2.7613 and y is 6%. 6% means 6/100. So y 1+y becomes 1.06. So 2.7613 divided by 1.06 is 2.605. ഇതാണ് മോഡിഫൈഡ് ഡ്യൂറേഷൻ. മോഡിഫൈഡ് ഡ്യൂറേഷൻ നമ്മൾ ഇയർ എന്ന് പറയത്തില്ല. ഞാനത് അത് ഇയർ അല്ല, ഇറ്റ്സ് എ റേഷ്യോ 2.605. ഡ്യൂറേഷൻ ഇയറിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ദിസ് ഈസ് എ മെഷർ എന്ന് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് വേണ്ട എത്ര? പെർസെന്റേജ് ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് ദ ബോണ്ട്. അതിനെന്താ ഫോർമുല? മൈനസ് മോഡിഫൈഡ് ഡ്യൂറേഷൻ പെർസെന്റേജ് ചേഞ്ച് ഇൻ yield. So modified duration is 2.65. You put a minus sign, so it becomes minus 2.605 into ഇവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. It's not required. Yes. So minus 2.6050 into change in yield. Change in yield എന്താണ്? 6ൽ നിന്നും 5.8ലേക്ക് പോയി. കൂടുകയാണോ കുറയുകയാണോ? കുറഞ്ഞു. അതുകൊണ്ടാണ് നമ്മളൊരു മൈനസ് ഇട്ടു 0.2 മൈനസ് 0.2. രണ്ട് മൈനസോടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബിക്കംസ് പ്ലസ്. മൈനസ് ഇൻറ്റു മൈനസ് ഇസ് പ്ലസ്. പ്ലസ് 0.521%. സോ പെർസെൻറ്റേജ് ചേഞ്ച്, വാട്ട് ഈസ് ആദ്യത്തെ ക്വസ്റ്റിന്റെ ആൻസർ? ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ പ്രൈസ് ഈസ് 0.521%. ഇനി അടുത്തത് എന്താ? ഫൈൻഡ് ദ റിവൈസ്ഡ് പ്രൈസ്. ഇപ്പോഴത്തെ അതിന്റെ പ്രൈസ് കാണാം. അതെന്ത് ചെയ്യണം? ഇപ്പോഴത്തെ പ്രൈസ് എത്ര? 98.5. സോ 98.5 പ്ലസ് 0.521% of 98.5. അത് എത്ര വരും? That is 0.5. So you will get it as 99.01. This is the revised price of the bond. എന്ന് പറഞ്ഞാൽ yield 6ൽ നിന്നും 5.8ലേക്ക് കുറയുകയാണെങ്കിൽ 98 രൂപ 50 പൈസയ്ക്ക് ട്രേഡ് ചെയ്യുന്ന ആ ബോണ്ട് 99 രൂപ 0.1 പൈസയ്ക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ yield likely to change എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മാർക്കറ്റിൽ റേറ്റ് താഴോട്ട് വരുന്നു, ബോണ്ടിന്റെ വില കൂടും. അതാണ് കൺസെപ്റ്റ്. ഇത് 6ൽ നിന്നും 7ലേക്ക് പോകുന്നെന്ന് വിചാരിക്കും. ക്വസ്റ്റൻ ഇങ്ങനെയാണ് തരുന്നത്. 98.50ക്കാണ് ട്രേഡ് ചെയ്യുന്നത്. ഡ്യൂറേഷൻ 2.7613 ആണ്. yield is likely to change from 6 to 7% എന്നാണ് ക്വസ്റ്റൻ എങ്കിൽ വാട്ട് ഈസ് ദ പെർസെന്റേജ് ചേഞ്ച് ഇൻ ദ പ്രൈസ്? എന്ത് ചെയ്യും? സെയിം ഫോർമുലയാണ്. മൈനസ് മോഡിഫൈഡ് ഡ്യൂറേഷൻ പെർസെന്റേജ് ചേഞ്ച് ഇൻ yield വരും. ദാറ്റ് ഈസ് മൈനസ് 2.605 ഇൻറ്റു പെർസെന്റേജ് ചേഞ്ച് എത്ര വരും? 6 to 7. ഇസ് ഇറ്റ് -1 ഓർ +1? +1. സോ ഇൻറ്റു 1 വരും. അന്നേരം ഒരു മൈനസും ഒരു പ്ലസോടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് മൈനസ്. മൈനസ് ഇൻറ്റു പ്ലസ് ഈസ് മൈനസ്. സോ ആൻസറിനകത്ത് ഒരു മൈനസ് വരും. ആ ആൻസറിനകത്ത് വരുന്ന മൈനസിന്റെ അർത്ഥം എന്താ? വാല്യൂ വിൽ ഡിക്രീസ്. 98.50 എന്ന് അത്രയും രൂപ 2 രൂപ ആണെങ്കിൽ 2 രൂപ കുറയും. 96.50 ആകും എന്നർത്ഥം. ഇസ് ഇറ്റ് ക്ലിയർ? Can I move on to the next question? ആരും പറയുന്നില്ല. എല്ലാവരും മ്യൂട്ട് ചെയ്തിരിക്കുകയാണോ? I'll move on to the next question. Okay, sir. Price of 8% bond depreciated to 99.8. What is the current yield and how much basis point is the yield changed? Price of an 8% bond is depreciated to 99.8. എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഈ ബോണ്ടിന്റെ ഫേസ് വാല്യൂ 1000 ആയിട്ട് നമുക്ക് എടുക്കാം.
മോസ്റ്റ് പ്രോബ്ലി അവർ തരും. തന്നില്ലെങ്കിൽ യു ക്യാൻ ടേക്ക് ഇറ്റ് as 1000. സോറി, 100 rupees. Face value is 100 rupees. Coupon rate is 8%. And what is the current yield? What is the current yield? 99.8 ഇത് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ what is the current yield? And how much basis point is the yield changed? ഇതാണ് ചോദ്യം. നേരം മാർക്കറ്റ് പ്രൈസ് 99.8. അങ്ങനെയാണെങ്കിൽ കറണ്ട് yield എത്ര? നമുക്ക് ഫോർമുലയുണ്ട്. കറണ്ട് yield കാണാനുള്ള ഫോർമുല എന്തോ? കൂപ്പൺ എമൗണ്ട് ഇൻറ്റു 100 ബൈ മാർക്കറ്റ് പ്രൈസ്. കൂപ്പൺ എമൗണ്ട് 8 into 100 by 99.8, you will get it as 8.016%. So the current yield is 8.016%. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ചേഞ്ച് ചെയ്തു എന്നാ ചോദ്യം. എത്ര ബേസിസ് പോയിന്റ് ചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ 8% yield നിന്നും എങ്ങോട്ട് പോയി? 8.016 മാറി. സോ ഇൻക്രീസ് എത്ര? 0.016% ആണ്. 0.016% എത്ര ബേസിസ് പോയിന്റ് ആണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ബിക്കോസ് 1 basis point is 0.01% or 100 basis point is 1%. അന്നേരം പെർസെൻറ്റേജിനെ ബേസിസ് പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. തിരിച്ചാണെങ്കിൽ ഡിവൈഡ് ചെയ്യണം. ഫേസ് വാല്യൂ 100 ആണെന്ന് തന്നിട്ടില്ലല്ലോ. That you can take it. You have to, without face value you cannot work on it. You cannot, because 99.80 എന്ന് പറയുമ്പോൾ you can take the face value as 100. അങ്ങനെ നമുക്ക് എടുക്കാം, അസ്യൂം ചെയ്യാം. അല്ലാതെ ചെയ്യാൻ പറ്റില്ല. നോർമലി they will give it. ഞാനിപ്പോ ഇവിടെ അത് കാണിച്ചു. അന്നേരം 100 rupee ബോണ്ട്, 8% ബോണ്ട്, അങ്ങനെ ആയിരിക്കും അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പ്രൈസ് ഓഫ് 8% ബോണ്ട് ഡിപ്രീഷിയേറ്റഡ് 99.8 എന്ന് പറഞ്ഞാൽ ഫേസ് വാല്യൂ 100 തന്നെ നമുക്ക് എടുക്കാം. ഫേസ് വാല്യൂ 100 rupees. കൂപ്പൺ റേറ്റ് 8%. അന്നേരം അവിടെ ആ ബേസിസ് പോയിന്റ് കൺസെപ്റ്റ് മനസ്സിലാക്കണം. വാട്ട് ഈസ് ബേസിസ് പോയിന്റ്? 1 ബേസിസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 100 ബേസിസ് പോയിന്റ് ആണ് 1%. അല്ലെങ്കിൽ 1 ബേസിസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 0.01% ആണ്. അത് ഓർത്തിരിക്കുക. ബേസിസ് പോയിന്റും ഇത് മനസ്സിലാക്കുക. 100 ബേസിസ് പോയിന്റ് എന്ന് പറയുന്നതാണ് 1%, അല്ലെങ്കിൽ 1 ബേസിസ് പോയിന്റ് എന്ന് പറയുന്നത് 0.01% ആണ്. അന്നേരം ഇവിടെ ഇൻക്രീസ് 0.016% ആണ് ഇൻക്രീസ്. അത് എത്ര ബേസിസ് പോയിന്റ് എന്ന് കാണാൻ എന്ത് ചെയ്യണം? അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 1.6 ബേസിസ് പോയിന്റ് എന്ന് കിട്ടുന്നത്. സർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. സർ ഇപ്പൊ ബോണ്ട് ഡിപ്രീഷിയേറ്റഡ് ടു 99.80 എന്നുള്ളിടത്ത് ഇപ്പൊ 59.6 എന്നാണ് വെക്കുക. സപ്പോസ് 59.6 ആണെന്ന് വെക്കാം. അപ്പൊ നമ്മള് ഫേസ് വാല്യൂ 60 ആയിട്ട് എടുക്കണോ? നോ. ഫേസ് വാല്യൂ യു ക്യാൻ ടേക്ക് ഇറ്റ് as 100. നോർമലി അങ്ങനെ ഒരു പ്രിസംപ്ഷൻ വരേണ്ട ആവശ്യമില്ല. കാര്യം ബോണ്ട് ആരും 60 രൂപയുടെ ബോണ്ടെന്ന് ഇഷ്യൂ ചെയ്യത്തില്ല. ഒന്നിൽ 100, അല്ലെങ്കിൽ 1000, അല്ലെങ്കിൽ 10,000 അങ്ങനെ ഇടത്തുള്ളൂ. അപ്പൊ 980 ആണെന്ന് വെക്കാം. സപ്പോസ് ഡിപ്രീഷിയേറ്റഡ് ടു 980 എന്നാണെങ്കിൽ നമ്മൾ അതിനെ 1000 ആയിട്ട് എടുക്കണം. ഫേസ് വാല്യൂ 1000 ആയിട്ട് എടുക്കണം. പിന്നെ ഈ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ബോണ്ട് 980 ആയിട്ട് എടുക്കണം അല്ലേ? 980 ആണ് തരുമല്ലോ. അതെ തരും. ഓക്കെ സർ. 980 തരുന്നു. അങ്ങനെ ഒരു പ്രിസംപ്ഷൻ വേണ്ടി വരത്തില്ല. ബിക്കോസ് അവര് ഫേസ് വാല്യൂടെ ക്വസ്റ്റിനകത്ത് ഉണ്ടാവും. ഇപ്പൊ ഞാനത് 100 എന്ന് എഴുതാൻ വിട്ടുപോയതാണ് പ്രോബ്ലി. അതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്. So given the face here, given that the face value of the bonds, I'll make it 100. Price of 8% bond, I'll add it. Under confusion vendala. Okay, now the confusion is over. No, price of an 8% bond with face value 100, depreciated to 99.8. What is the current yield? Is it clear now? Okay. Okay, sir. Okay, sir. Current yield of a GSEC is 8%. If the market price of the security is ₹120, what is the coupon rate? Again, here also I have not given the price of the face value. Current yield of a GSEC of confusion and of face value ₹100. എക്സാമിനും ചിലപ്പോ ഇതുപോലെ ഫേസ് വാല്യൂ തരാതെ തരുമല്ലേ സാറേ? അപ്പൊ നമ്മൾ അസ്യൂം ചെയ്തോളാം അല്ലേ? അസ്യൂം ചെയ്യാം. യു ക്യാൻ അസ്യൂം. നോർമലി അവർ തരും കേട്ടോ. അങ്ങനെ നമ്മൾ ചെയ്യേണ്ടി വരത്തില്ല. ഇത് ഞാൻ പെട്ടെന്ന് സെറ്റ് ചെയ്തപ്പം ഉള്ള മിസ്റ്റേക്ക് ആയിരിക്കണം. മിസ്റ്റേക്ക് എന്ന് പറയാനൊക്കത്തില്ല. അല്ലെങ്കിൽ തന്നെ അതിനടുത്ത് വരുമ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കണം. മോസ്റ്റ് ഓഫ് ദ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് 100 rupee ഫേസ് വാല്യൂ. നമ്മുടെ ട്രഷറി ബില്ലെല്ലാം 100 രൂപയാണ്.
ട്രഷറി ബിൽ എന്ന് അവർ പറയുന്നെങ്കിൽ യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 100 rupees. ചിലപ്പോൾ അത് 99 അല്ലെങ്കിൽ 101 ഒക്കെ ട്രേഡ് ചെയ്യുന്നിരിക്കും. മനസ്സിലായില്ലേ? യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 100. So here the current yield of a GSEC of face value 100 is 8%. If the market price of the security is 120, what is the coupon rate? ഇത് മറ്റ് നേരത്തെ ഉള്ള ആ ഫോർമുല തന്നെ തിരിച്ചിട്ടിരിക്കുകയാണ്. അന്നേരം നമുക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ഫോർമുല കറന്റ് yield is equal to coupon amount 100 by market price. അങ്ങനെയാണെങ്കിൽ കൂപ്പൺ amount കാണാൻ എന്ത് ചെയ്യണം? കറന്റ് yield into market price by 100. സെയിം ഫോർമുല തന്നെ തിരിച്ചു മറിച്ച് A is equal to B by C എങ്കിൽ അതിനകത്ത് C കാണാൻ C is equal to B by A എന്നുള്ള കൺസെപ്റ്റ് അത്രയേ ഉള്ളൂ. അത് തന്നെ. നേരം ഹിയർ കൂപ്പൺ amount is equal to current yield into market price by 100. അപ്ലൈ ചെയ്യുക. കറന്റ് yield എത്ര? 8. So 8 into market price എത്ര? 120 divided by face value 100. That you will get it as 9.6. Therefore, the coupon rate is 9.6%. Coupon amount 9.6 ആണ്. 100 രൂപയ്ക്ക് 9.6 കൂപ്പൺ കൊടുത്താൽ what is the percentage? 9.6%. Clear? Move on to the next one. A bond with remaining maturity 4 years and present yield 8% has modified duration 3.5. Find its Macaulay duration. Also find Macaulay duration if the coupon is payable at 8% semi-annually. രണ്ട് ക്വസ്റ്റ്യൻ ആണ്. ആനുവലി ആണെങ്കിൽ Macaulay duration കണ്ടുപിടിക്കുക. രണ്ടാമത്തത് സെമി ആനുവലി മീൻസ് ഹാഫ് ഇയർലി ആണെങ്കിൽ Macaulay duration കണ്ടുപിടിക്കുക. ഇവിടെ bond with remaining maturity of 4 years and present yield is 8% as modified duration. Modified duration തന്നിരിക്കുക, ഡ്യൂറേഷൻ കണ്ടുപിടിക്കുക. അന്നേരം നമുക്ക് ഞാൻ പറഞ്ഞിരിക്കുന്ന ഫോർമുല മോഡിഫൈഡ് ഡ്യൂറേഷൻ is equal to duration by 1+5. അതിൽ നിന്ന് ഡ്യൂറേഷൻ എങ്ങനെ കണ്ടുപിടിക്കും? ഡ്യൂറേഷൻ is equal to modified duration into 1+5. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? അന്നേരം ആദ്യം നമ്മൾ ആനുവൽ ആണെങ്കിൽ y എത്ര വരും? 8%. 8 തന്നെ വരും. സോ 8% എന്ന് പറഞ്ഞാൽ 8/100 0.08. സോ 1+y എന്ന് പറഞ്ഞാൽ 1.08. സോ 3.5 into 1.08 that's equal to 3.78. അന്നേരം മോഡിഫൈഡ് ഡ്യൂറേഷൻ 3.5 ആണെങ്കിൽ ഡ്യൂറേഷൻ 3.78 ആയിരിക്കും. ഡ്യൂറേഷനും മക്കളുടെ ഡ്യൂറേഷനും ഒന്ന് തന്നെയാണ്. ഇനി സെമി ആനുവലി ആണെങ്കിൽ എന്ത് സംഭവിക്കും? 6 അല്ലെങ്കിൽ വൈക്ക് എന്ത് സംഭവിക്കും? വൈയുടെ പകുതി എടുക്കണം, y/2 എടുക്കണം. അങ്ങനെ ഇവിടെ y 8 ആകുമ്പോൾ y/2 is 4. അന്നേരം 4% എന്ന് പറയുന്നത് 4/100. 1+y means 1.04. So the answer is 3.64. ഇങ്ങനെയൊക്കെ ചോദിക്കാം നമുക്ക്. Is it clear? സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. Move on to the next slide. 11% government security is quoted at 110 currently. If the market interest goes down by 1%, find the market price of the security. 11% government security quoted at rupees 110 currently. If the market interest goes down by 1%, find the market price of the bond. എങ്ങനെ ചെയ്യും? കൂപ്പൺ റേറ്റ് തന്നിട്ടുണ്ട് 11%. മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ട് 110. അതിൽ നിന്ന് നിങ്ങൾ കറന്റ് yield കണ്ടുപിടിക്കണം. കറന്റ് yield കണ്ടുപിടിക്കുമ്പോൾ എത്ര വരും? കറന്റ് yield കൂപ്പൺ amount into 100 by market price. You will get it as 10%. So the current yield is 10%. കറന്റ് yield എന്തോ സംഭവിക്കുന്നു? 1% താഴോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ എത്ര ആകും? 10ൽ നിന്ന് 1% കുറയാന്ന് പറഞ്ഞാൽ 9% ആകും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മാർക്കറ്റ് പ്രൈസ് എത്ര? അഗെയിൻ ആ ഫോർമുല മേളിലത്തെ അതേ ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. കറന്റ് yield is equal to കൂപ്പൺ amount into 100 by market price ആണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് കാണാൻ എന്ത് ചെയ്യണം? മാർക്കറ്റ് പ്രൈസ് is equal to കൂപ്പൺ amount into 100 by current yield. That's equal to കൂപ്പൺ amount is 11 into 100 divided by current yield 9. You will get it as 122.22. തിരിച്ചും മറിച്ചും ഒക്കെ ചെയ്യുന്നുള്ളതേ ഉള്ളൂ. സാറേ 10% എങ്ങനെ കിട്ടിയ? അതാണ് ആക്ച്വലി ഇത് നിങ്ങളെ കുട്ടികളെ കുഴപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ പെട്ടെന്ന് നോക്കുമ്പോൾ എന്താ പറയുന്നത്? 11% ഗവൺമെന്റ് സെക്യൂരിറ്റി ഈസ് കോട്ടഡ് അറ്റ് 110 എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ദിസ് 110? ഫേസ് വാല്യൂ ആണോ മാർക്കറ്റ് വാല്യൂ ആണോ? കോട്ടഡ് അറ്റ് 110 എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വാല്യൂ. ദാറ്റ് ഈസ് ട്രേഡഡ് അറ്റ് 110. 100 രൂപ വാല്യൂ ഉള്ള ഈ ഗവൺമെന്റ് സെക്യൂരിറ്റി മാർക്കറ്റിലെ 110 രൂപയ്ക്ക് ട്രേഡ് ചെയ്യുന്നു. എന്നിട്ട് എന്താ ചോദിക്കുന്നത്? ഇൻട്രസ്റ്റ് റേറ്റ് 1% താഴോട്ട് വരുന്നു. ഇതിന്റെ മാർക്കറ്റ് പ്രൈസിന് എന്ത് സംഭവിക്കും എന്നാ ചോദിച്ചേക്കുന്നത്.
അന്നേരം ഇൻട്രസ്റ്റ് റേറ്റ് 1% താഴോട്ട് വരും. പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യും? 11ൽ നിന്ന് 1 കുറച്ചിട്ട് 10 എടുക്കും. പക്ഷെ അങ്ങനെ അല്ല. ഇത് 11% ആണ് ഇത് ഈ ഗവൺമെന്റ് സെക്യൂരിറ്റിയുടെ റേറ്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈൽഡ് അല്ല 11%. കറന്റ് ഈൽഡ് കണ്ടുപിടിക്കണം. ഇത് ഈ 11% ഗവൺമെന്റ് സെക്യൂരിറ്റി 100 രൂപയ്ക്കാണ് ട്രേഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ കറന്റ് ഈൽഡ് 11% ആണ്. മനസ്സിലായല്ലോ? ബിക്കോസ് ഫേസ് വാല്യൂ, ട്രേഡഡ് വാല്യൂ, മാർക്കറ്റ് വാല്യൂ ഒന്ന് തന്നെയാണ്. ഇവിടെ ഫേസ് വാല്യൂവിനേക്കാൾ കൂടുതലാണ് മാർക്കറ്റ് വാല്യൂ. അന്നേരം ഈൽഡ് അതിനകത്ത് കണ്ടുപിടിക്കുക. എത്രയാ അതിന്റെ ഈൽഡ്? ഈൽഡ് എന്തായാലും കൂപ്പൺ എമൗണ്ടിനേക്കാൾ കുറവായിരിക്കും. ബിക്കോസ് ഫേസ് വാല്യൂവിനേക്കാൾ കൂടുതലാണ് മാർക്കറ്റ് വാല്യൂ. അതുകൊണ്ട് ഈൽഡ് കണ്ടുപിടിക്കുമ്പോൾ അത് 10% ആണ് കറന്റ് ഈൽഡ്. ആ ഫോമുല അപ്ലൈ ചെയ്യുന്നത്. അതാണ് 10ൽ നിന്ന് 1% കുറഞ്ഞ് 9 വരുന്നത്. അതുകൊണ്ടാണ് 9 വരുമ്പോൾ മാർക്കറ്റ് പ്രൈസ് 122.22 കിട്ടുന്നത്. ആ ഫോമിലേക്ക് അത് അപ്ലൈ ചെയ്യുന്ന അത്രയേ ഉള്ളൂ. ആദ്യം കറന്റ് ഈൽഡ് കണ്ടുപിടിക്കുന്നു. കറന്റ് ഈൽഡ് 1% പറയുമ്പം ഈൽഡ് ബിക്കംസ് 9%. അന്നേരം നിങ്ങൾക്ക് ഈൽഡ് തന്നിട്ടുണ്ട്, കൂപ്പൺ എമൗണ്ട് വന്നിട്ടുണ്ട്, മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കുക. ഈ 3 ഐ സികളുടെ PNR എന്ന ഫോമുലയിൽ പിയും എന്നും 6 തന്നാൽ ഐ കണ്ടുപിടിക്കാം, ഐയും പിയും എന്നും തന്നാൽ 6 കണ്ടുപിടിക്കാം. എന്നതുപോലെ മാർക്കറ്റ് പ്രൈസും കൂപ്പൺ എമൗണ്ടും ഈൽഡും തമ്മിൽ നമുക്കൊരു ഫോമുലയുണ്ട്. ഇതിൽ ഏതെങ്കിലും 2 അറിയാമെങ്കിൽ 3ാമത്തെ കണ്ടുപിടിക്കാം. ഈൽഡും കൂപ്പൺ എമൗണ്ടും തന്നാൽ മാർക്കറ്റ് പ്രൈസ് കാണാം, കൂപ്പൺ എമൗണ്ടും മാർക്കറ്റ് പ്രൈസ് തന്നാൽ ഈൽഡ് കാണാം, ഈൽഡും മാർക്കറ്റ് പ്രൈസ് തന്നാൽ കൂപ്പൺ എമൗണ്ട് കാണാം. എന്ന അതേ മീനിങ്. അത്രയും ആ ഫോമുല തിരിച്ചു മറിച്ചിട്ട് അപ്ലൈ എന്നുള്ളത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു എക്സസൈസ്, ഒരു എക്സാമ്പിൾ ആണ്. എ ബാങ്ക് ഹോൾഡ്സ് എ 3-year bond with face value 1000, coupon 6%, payable half yearly, current yield is 10%, find the present value, duration and modified duration. ഇങ്ങനെയാണ് ചോദ്യം. അന്നേരം ഇവിടെ പ്രസന്റ് വാല്യൂ, കറന്റ് yield is 10%, കൂപ്പൺ എമൗണ്ട് 6%. അന്നേരം നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഹാഫ് ഇയർലി ആണ്. ഹാഫ് ഇയർലി ആകുമ്പോൾ ഓരോ 6 മാസം കഴിയുമ്പോഴും നമുക്ക് ക്യാഷ് ഫ്ലോ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് കോളത്തില് ഫസ്റ്റ് ഹാഫ് ഇയർ, സെക്കൻഡ് ഹാഫ് ഇയർ, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത് എന്ന് എഴുതിയത്. അതിന്റെ ഇൻ ടേംസ് ഓഫ് ഇയർ പറയുമ്പോൾ 0.5, 1, 1.5, 2, 2.5 and 3. So the value of T is 0.5, 1, 1.5, etc. ഇനി ക്യാഷ് ഫ്ലോ 6% ആണ് കൂപ്പൺ. ഹാഫ് ഇയർലി ആയതുകൊണ്ട് അതിന്റെ പകുതി. ഫുൾ ആണെങ്കിൽ 60 രൂപ കിട്ടും. അത് ഹാഫ് ഇയർലി ആയതുകൊണ്ട് 30 5 ഹാഫ് ഇയറും. 6ാമത്തെ ഹാഫ് ഇയറിൽ 1000 + 30, 1030 എന്ന് കിട്ടും. ഇനി അതിന്റെ എല്ലാം 10% റേറ്റ് വെച്ചിട്ട് പ്രസന്റ് വാല്യൂ കണ്ടുപിടിച്ചു. 6 മാസം കഴിഞ്ഞിട്ടുണ്ടെന്ന് 30 രൂപയ്ക്ക് ഇപ്പൊ 28.57. അങ്ങനെ വാല്യൂ കണ്ടുപിടിച്ച് അത് ആഡപ്പ് ചെയ്തു. യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 898.52. അന്നേരം ആദ്യത്തെ ആൻസർ 10% ഈൽഡ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അതിന്റെ വാല്യൂ 898.52. ഒന്നാമത്തെ ആൻസർ ആയി. ഇനി രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഡ്യൂറേഷൻ കാണണം. അതിനെന്ത് ചെയ്യണം? നിങ്ങൾ PV × T എന്ന് ഒരു കോളം കൂടെ കാണണം. അവിടെ T കൊണ്ട് PVയെ മൾട്ടിപ്ലൈ ചെയ്തു. അന്നേരം ആദ്യത്തെ വാല്യൂ 28.57നെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 0.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. രണ്ടാമത്തതിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡപ്പ് ചെയ്തു. യു ഗോട്ട് ഇറ്റ് ആസ് 2494.43. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദി ആൻസർ ആസ് 2.7761. മൂന്നാമത്തെ ചോദ്യം എന്താ? മോഡിഫൈഡ് ഡ്യൂറേഷൻ. മോഡിഫൈഡ് ഡ്യൂറേഷൻ കാണുന്നത് എന്ത് ചെയ്യണം? ഡ്യൂറേഷൻ ബൈ 1+1. ഇവിടെ പേയബിൾ ഹാഫ് ഇയർലി ആണ്. കറന്റ് ഈൽഡ് 10 ആയതുകൊണ്ട് y ഈസ് 10/2. അങ്ങനെയാണ്. 10/2 ഈസ് 5. 5% പറയും 0.5. അങ്ങനെയാണ് 2.7761 by 1.05 and the modified duration is 2.6439. ക്ലിയർ? നേരത്തെ ചെയ്തിട്ട് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിലും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലും ഈ ഇയർ ഹാഫ് ഇയർ ആവുമ്പം ടിയിലും എന്നിലും വ്യത്യാസം വരുന്നില്ലേ? പക്ഷെ ഇവിടെ നമ്മള് ടിയിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ അല്ലേ? ഒന്നുകൂടെ പറയാമോ? എനിക്ക് മനസ്സിലായില്ല. നമ്മള് സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണുമ്പോൾ ആറിലും എന്നിലും വ്യത്യാസം വരുത്തണില്ലേ സാറേ? അതെ 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 അതെ. ഹാഫ് ഇയർലി ആക്കുമ്പോ. പക്ഷെ ഇവിടെ നമ്മള് ടിയില് മാത്രമേ അല്ലല്ലോ, 6ൽ മാറ്റിയിട്ടുണ്ടല്ലോ. 10% റേറ്റ് മാറ്റിയിട്ടില്ലേ? 1.05 അല്ലേ എഴുതിയേക്കുന്നത്? റേറ്റ് കുറച്ചില്ലേ? പകുതിയാക്കിയില്ലേ? ഇയറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, മറ്റേതിനെ റേറ്റിനെ ഹാഫ് ആക്കുകയും ചെയ്തിട്ടില്ലേ? എങ്കിലേ ആൻസർ കറക്റ്റ് ആവത്തുള്ളൂ. അവിടെ നമ്മൾ 1.1 അല്ല ഇട്ടേക്കുന്നത്, 1.05 ആണ്. ഓക്കെ. ഇനി അഡീഷണൽ പ്രോബ്ലം ഇത് ഈ ഒരെണ്ണം കൂടെ ഉണ്ട്. ഓക്കെ. A bond of face value 1000 bears a coupon rate of 12%, has a life of 8 years. Find the present value of the bond if the required rate is 10%. സെയിം ക്വസ്റ്റൻ ആണ്, മറ്റേതുപോലത്തെ അതേ ഫോമിലാണ്. നമ്മൾ 8 വർഷവും 12% ആണ്. അന്നേരം ക്യാഷ് ഫ്ലോ 120 വരും. അവസാനത്തെ വർഷം 1120 വരും.
എന്നിട്ട് നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് കുറച്ചുകൂടെ ക്ലിയർ ആവാൻ വേണ്ടി ഞാൻ ചെയ്യുന്നുള്ളതേ ഉള്ളൂ. അന്നേരം നമ്മൾ അതിന്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് അതെല്ലാം കൂടെ ടോട്ടൽ ചെയ്തു 1106.70. അന്നേരം നമുക്ക് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് 1106.70 അവിടെ കിട്ടി. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് ആന്യൂറ്റിയുടെ ഫോമുല ഉപയോഗിച്ചും ചെയ്യാം. അതിനുവേണ്ടി ഞാനൊരു എക്സാമ്പിൾ ഇട്ടെന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ആന്യൂറ്റിയുടെ ഫോമുല പഠിപ്പിച്ചു. അവിടെ ആന്യൂറ്റിയുടെ ഫോമുലയുടെ ഏതെടുക്കണം? പ്രസന്റ് വാല്യൂ ഓഫ് ആൻ ആന്യൂറ്റി എടുക്കണം. അതെന്താണ് ഫോമുല? എന്താ? A/R × 1+R⁻⁻1 ഡിവൈഡഡ് ബൈ 1+R⁻. ആ ഫോമുല അപ്ലൈ ചെയ്താൽ, അതായത് ഇത് എപ്പോഴാണ് യൂസ്ഫുൾ ആവുന്നത്? ഇതുപോലെ ലോങ്ങർ പീരീഡ് 8 വർഷം 10 വർഷമൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ഇത് ഓരോന്നും എഴുതി കണ്ടുപിടിച്ച് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സമയം എടുക്കും. അന്നേരം നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? ഈ കിട്ടുന്ന ക്യാഷ് ഫ്ലോയെ ഈ 120 എന്നുള്ള 8 പ്രാവശ്യം കിട്ടുന്നത് 120ന്റെ 8 ആന്യൂറ്റി ആയിട്ട് കൺസിഡർ ചെയ്യും. അന്നേരം A 120, R എത്രയാണ് നമ്മുടെ പെർസെൻറ്റേജ്? 10%, ആൻഡ് N 80 years. അതിന്റെ പ്രസന്റ് വാല്യൂ ആ ഫോമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കും. ഇനി പിന്നെ നമുക്ക് 8ാമത്തെ വർഷം 1000 രൂപ കിട്ടും. കാര്യം ഇത് ആന്യൂറ്റി എന്ന് പറയുമ്പോൾ എല്ലാം ഈക്വൽ ആയിരിക്കണം. ഇവിടെ 8ാമത്തെ വർഷം കിട്ടുന്ന 1100നെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. 120 ആന്യൂറ്റിക്കകത്ത് കയറ്റി, മറ്റേ 1000 വേറെ മാറ്റി വെച്ചു. അന്നേരം 120 8 പ്രാവശ്യം കിട്ടുന്ന 120നെ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ഞാനത് ഇങ്ങനെ ഇതുകൊണ്ട് നിങ്ങൾക്ക്, അതായത് മാക്മില്ലന്റെ ടെക്സ്റ്റിനകത്ത്. അന്നേരം ആ ആന്യൂറ്റിയുടെ വാല്യൂ, അതായത് 120 രൂപ വെച്ച് കിട്ടുന്ന 8 പേയ്മെന്റിന്റെ പ്രസന്റ് വാല്യൂ നമുക്ക് 640.19 കിട്ടും. പിന്നെ നമുക്ക് കിട്ടുന്ന 1000 രൂപ 8 വർഷം കഴിഞ്ഞ്, അതിന് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഫോമിൽ ഉപയോഗിക്കണം. 8 വർഷം കഴിഞ്ഞ് കിട്ടുന്ന 1000 രൂപയുടെ പ്രസന്റ് വാല്യൂ, ഫ്യൂച്ചർ വാല്യൂ ബൈ 1+R⁻. അത് എത്ര കിട്ടും? 466.5. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 1106.60. സെയിം വാല്യൂ കിട്ടും. ഡെസിമൽ ഒരു പൈസയുടെ വ്യത്യാസം, റൗണ്ടിങ് ഓഫ് മാത്തം. ഇത് വേണമെങ്കിൽ അതും കൂടെ നമുക്ക് ട്രൈ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ലോങ്ങർ പീരീഡ് ആണെങ്കിൽ നമുക്ക് ആന്യൂറ്റിയുടെ ഫോമുലയും കൂടെ അപ്ലൈ ചെയ്യാം. ഇസ് ഇറ്റ് ക്ലിയർ? ഞാൻ ഒന്നുകൂടെ പറയാം. ഇവിടെ നമ്മൾ ഒരു ആന്യൂറ്റിയുടെയും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ രണ്ടായിട്ട് എടുത്ത് ചെയ്യുന്നു. ഇപ്പം 2 വർഷവും 3 വർഷവും 4 വർഷവും 5 വർഷമാണ് ബോണ്ടിന്റെ കാലാവധി എങ്കിൽ ഞാൻ ഈ പറഞ്ഞ ടേബിൾ ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എളുപ്പം. അതല്ല ലോങ്ങർ പീരീഡ് ആണെങ്കിൽ നിങ്ങൾ അതിനെ ഒരു ആന്യൂറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇവിടെ 120 രൂപ വെച്ച് 8 വർഷം കിട്ടുന്നത് ഒരു ആന്യൂറ്റി ആയിട്ടും 8ാമത്തെ വർഷം കിട്ടുന്ന 1000 രൂപ അവസാനം കിട്ടുന്ന ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഫോമുലയെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് രണ്ടിന്റെയും പ്രസന്റ് വാല്യൂ കണ്ടുപിടിച്ച് രണ്ടും കൂടെ ആഡ് ചെയ്തിരിക്കുന്നു. അത്രയേ ഉള്ളൂ. ഇങ്ങനെ യു ക്യാൻ ഗെറ്റ് ദാറ്റ് ആൻസർ. ഒരു 3-4 MCQ ഉണ്ട്. അതുകൂടെ നിങ്ങൾക്ക് നോക്കാമോ? വേണോ? ഓർ ഷാൽ ഐ സ്റ്റോപ്പ് ഇറ്റ് ഹിയർ? എത്ര പേരുണ്ട്? സാറേ 8 വർഷം വരെ കോമ്പൗണ്ട് ഉണ്ട്. അതെനിക്ക് മനസ്സിലായില്ല സാർ, എന്താ പറഞ്ഞേ? അതായത് ഇവിടുത്തെ ക്യാഷ് ഫ്ലോ എങ്ങനെയാ? ക്യാഷ് ഫ്ലോ 1 വർഷം കഴിയുമ്പോൾ 120 രൂപ, 2ാമത്തെ വർഷം 120 രൂപ, അങ്ങനെ എത്ര പ്രാവശ്യം കിട്ടും? 120. 8 വർഷം 120 കിട്ടും. അത് കൂടാതെ 8ാമത്തെ വർഷം 1000 രൂപയുടെ കിട്ടും അല്ലേ? അന്നേരം ഇതിനകത്ത് ഈ 8 വർഷം കിട്ടുന്ന 120 രൂപ ഒരു എൻഡ് ഓഫ് ദ പീരീഡ് ആന്യൂറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ആണല്ലോ? എല്ലാ വർഷവും 120 രൂപ വെച്ചിട്ട് 8 വർഷം കിട്ടുന്നുണ്ടല്ലോ. സോ വാട്ട് ഈസ് എ? ആന്യൂറ്റി എമൗണ്ട് എത്ര? 120. N എത്ര? 8 വർഷം. R എത്ര? 10%. അന്നേരം അതിന്റെ ഫ്യൂച്ചർ വാല്യൂ കാണാൻ ആന്യൂറ്റിയുടെ എൻഡ് ഓഫ് ദ പീരീഡ് ആന്യൂറ്റിയുടെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കുക. നോട്ട് ഫ്യൂച്ചർ വാല്യൂ, എൻഡ് ഓഫ് ദ പീരീഡ് ആന്യൂറ്റിയുടെ പ്രസന്റ് വാല്യൂ കാണാൻ എന്താണ്? A/R × 1+R⁻⁻1 ഡിവൈഡ് ബൈ 1+R⁻². അത് അപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ പ്രസന്റ് വാല്യൂ ഓഫ് ദ ആന്യൂറ്റി. അന്നേരം അത് തീർന്നില്ല. നമുക്ക് ഈ 120 കിട്ടുന്ന 8 വർഷം കൂടാതെ 8ാമത്തെ വർഷം പിന്നെ 1000 കൂടെ കിട്ടുന്നുണ്ട്. ആ 1000ത്തിന്റെ പ്രസന്റ് വാല്യൂ സെപ്പറേറ്റ് കാണും. അതിനാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ പ്രസന്റ് വാല്യൂ ഈക്വൽ ടു ഫ്യൂച്ചർ വാല്യൂ ബൈ 1+R⁻⁻ ഫോമുല അപ്ലൈ ചെയ്തിട്ട് 1000 ബൈ 1.1⁻8. അത് 426.5 കിട്ടും. രണ്ടും കൂടെ ആഡ് അപ്പ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ദ ബോണ്ട്. യെസ്. Clear? Clear, sir. Okay. Now, you want the MCQ? I'll take another 5 minutes only. എനിക്ക് ഉണ്ട് 7:30 വരെ ക്ലാസ് ഉണ്ട്. Which of the following bonds has the least Macaulay duration? 10-year yield and 5-year maturity, 8% yield and 5-year maturity, 8% yield and 10-year maturity, 9% yield and 5-year maturity. ഇവിടെയാണ് ഞാൻ കുറച്ച് തിയറം പറഞ്ഞല്ലോ, അത് മേക്ക് യൂസ് ആവുന്നത്. 10% yield and 5-year. 10% yield and, because അവിടെ ഞാൻ പറഞ്ഞ തിയറം എന്താണ്? yield and അല്ലെങ്കിൽ കൂപ്പൺ ആൻഡ് ഡ്യൂറേഷൻ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. കൂപ്പൺ റേറ്റ് കൂടുതലാണെങ്കിൽ ഡ്യൂറേഷൻ കുറയും, അല്ലെങ്കിൽ മക്കളുടെ ഡ്യൂറേഷനും കുറയും. സോ ദ ആൻസർ ഈസ് എ, 10% yield and 5-year maturity. ബാക്കിയെല്ലാം കൂപ്പൺ റേറ്റ് കുറവാണ് ഇതിനേക്കാൾ. 2. Company pays its bond holder coupon at the rate of 5% of its par value every half year.
The bond is a 5% annual bond, 10% semi-annual bond, 10% annual bond, 5% semi-annual bond. Which is correct? 5% semi-annual. Answer D. Look at ഇതാണ് ഇങ്ങനത്തെ ട്രിക്ക് ആയിരിക്കും അവർ ചോദിക്കുന്ന question. You read the question once again. Company pays its bond holder coupon at the rate of it. They are not mentioning coupon at the rate of 5%. What they say? Coupon at the rate of 5% of its par value every half year. എന്ന് പറഞ്ഞാൽ ഓരോ 6 മാസവും par valueന്റെ 5% കൂപ്പൺ ആയിട്ട് കൊടുക്കുക. So effectively it is a 10% semi-annual bond. It's a 10% semi-annual bond. 5% semi-annual bond എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. ഇവിടെ 5% semi-annual bond എന്നല്ല പറഞ്ഞേക്കുന്നത് it pays coupon at the rate of 5% of its par value every half year. So it is a 10% semi-annual. Answer is B. The ruling rate of interest, the ruling interest rate is lesser than the coupon rate of the bond. Ruling rate is lesser than the coupon rate. Coupon rate നേക്കാൾ കുറവാണ് ruling rate. ബോണ്ട് എങ്ങനെ ട്രേഡ് ചെയ്യും? പ്രീമിയത്തിലാണോ, ഡിസ്കൗണ്ടിലാണോ, അറ്റ് പാർ ആണോ, അഫക്ട് ചെയ്തില്ല. പ്രിവെയിലിംഗ് റേറ്റ് കൂപ്പൺ റേറ്റിനേക്കാൾ കുറവാണെങ്കിൽ ബോണ്ട് എങ്ങനെ ട്രേഡ് ചെയ്യും? ബോണ്ടിന്റെ വാല്യൂ, മാർക്കറ്റ് വാല്യൂ അറ്റ് പ്രീമിയം. At a premium. If the expected rate of return is equal to the coupon rate, if the expected rate is equal to the coupon rate, then the value of the bond is the expected rate equal to face. Equal to face. equal to its Equal to face. face. Yes, A. Which of the following statement is true? Yield and price of a bond are directly proportional. Yield and price are inversely proportional. Longer the duration, and lesser its price sensitivity. Modified duration is also known as Macaulay duration. ഒരെണ്ണമേ ഉള്ളൂ stay correct. B. B. Yield and price are inversely. Bond are inversely B. proportional. Holding period of a bond for which interest rate risk disappears is known as maturity period, holding period, duration, none. Duration. Duration. Duration Holding of the period, for the interest rate risk disappears is duration. Which of the following statement is not true? YTM is the discount rate which equals the present value of the promised cash flow to the current market value. Modified duration is equal to duration by 1 plus Y. Duration of a perpetual bond is 1 plus R by R. And duration and YTM are directly proportional, which is not true. തെറ്റേതാണ്. It is duration and YTM are inversely proportional. Directly proportional. Directly proportional തെറ്റാണ്. They are indirectly proportional, inversely proportional. So answer is D. ബാക്കി എല്ലാം ശരിയാണ്. The sensitivity of a bond price to changes in interest rate is called price fluctuation, price sensitivity, yield to maturity, bond volatility. Bond volatility. Bond volatility. Yes, Bond volatility. The variation in the price is called bond volatility. Modified duration is what? Indication of interest income, represents skewness of duration, a measure of shift in the interest rate for a unit change in price, measure of price sensitivity of a bond to interest rate movement. D. D. Measure of price sensitivity of a bond to interest. അതായത് modified duration എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റിൽ വരുന്ന മൂവ്മെന്റ് ഈ ബോണ്ടിന്റെ വിലയിൽ എങ്ങനെ വ്യത്യാസം വരുന്നു എന്നതിനെ കാണിക്കുന്ന ഒരു റേഷ്യോ ആണ് modified duration. What is the duration of a zero coupon bond with residual maturity 4 years? ഒരു സീറോ കൂപ്പൺ ബോണ്ടിന്റെ റെസിഡ്യൂ ഇനി 4 വർഷം ബാക്കിയുണ്ടെങ്കിൽ അതിന്റെ ഡ്യൂറേഷൻ എത്ര? Less than 4 years. And please, we wind up.